സഹോദരങ്ങളെ, ലോകത്ത് എന്തിനാണ് ഒരു പുസ്തകം, എന്തിനാണ് ഒരു മതം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചോദിക്കേണ്ടത്. എന്തിനൊരു വേദം വായിക്കണം? എന്തിനാണ് ഒരു മതം സ്ഥാപിക്കേണ്ട ആവശ്യകത? എന്താണ് ദൈവിക വ്യവസ്ഥിതി? ദൈവിക വ്യവസ്ഥിതി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിരവധി തവണ കേട്ടു. നമ്മൾ പൈതൃകമായി പറഞ്ഞു പോരുന്ന ഒരു ദൈവത്തെ എന്നോ നിരാകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്ന രൂപത്തിലുള്ള അള്ളാഹു ഇല്ല എന്നുള്ളത് ഖുർആൻ നിരവധി തവണ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവർ പറയുന്ന അള്ളാഹു ഇല്ല എന്തായാലും. കാരണം ഉണ്ടെങ്കിൽ ജനങ്ങളെ നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കും, ജനങ്ങളെ നിങ്ങൾ സാധുക്കളെ സഹായിക്കും, ജനങ്ങളെ നിങ്ങൾ ദുർബലരെ സഹായിക്കും എന്ന് പറയേണ്ടതില്ല. ആ അള്ളാഹ് തന്നെ സഹായിച്ചാൽ മതി. കാരണം അടിക്കടി ആയത്തുകളിൽ ദുർബലർ, അശനർ, പാവപ്പെട്ടവർ, ദരിദ്രർ, ഇങ്ങനെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾ സഹായിക്കണം 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 എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൊണ്ട് സഹായിപ്പിക്കാൻ എന്തിനാണ് ഈ അള്ളത്ര ഇടങ്ങാറാണ്? അള്ളാഹുവിനെ അങ്ങോട്ട് സഹായിച്ചാൽ പോരെയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പൈതൃകമായി നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന ഒരല്ലാഹു ഏതായാലും ഇല്ല. കാരണം ആ അള്ളാഹു മനുഷ്യന്റെ വിളി കേൾക്കുന്ന, ആ വിളിക്ക് ഉത്തരം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള അള്ളാഹു എന്തായാലും പ്രപഞ്ചത്തിലില്ല. ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് ഒരു ജനതയെ മുക്തമാക്കിയപ്പോഴാണ് ആ ജനതക്ക് പുരോഗതി കിട്ടിയത്. ലോക ചരിത്രം അതാണ്. മതത്തിൽ നിന്നും പൈതൃകമായി വിശ്വസിച്ചു പോരുന്ന അള്ളാഹുവിൽ നിന്നും മുക്തമായ ഒരു യൂറോപ്പ് സൃഷ്ടിച്ചപ്പോഴാണ് യൂറോപ്പ് പുരോഗതിയിലേക്ക് പോയത്. അതിന് വോൾട്ടയർ, ഇംഗർസോൾ എന്ന് പറയുന്ന അങ്ങനെ നിരവധി ചിന്തകന്മാരായ ആളുകളുടെ സംഭാവന ചെറുതല്ല. പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കം ക്രൈസ്തവതയുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന സ്ഥാപിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ ഇവരെ പോലെയുള്ള മഹാന്മാരായ ഒരുപാട് ചിന്തകന്മാർ പറഞ്ഞത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന രൂപപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ മതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് മുക്തമായ ഭരണഘടനയും ഭരണ സംവിധാനവും ലോകത്തുണ്ടായപ്പോഴാണ് ലോകം പുരോഗമിച്ചത്. പക്ഷേ ആ അന്ധമായ മതത്തിലും മതം നിർദ്ദേശിക്കുന്ന അന്ധമായ ആചാരങ്ങളിലും മാത്രം അധിഷ്ഠിതമായി രൂപം കൊണ്ട സ്പെയിനും പോർച്ചുഗലും പിൽക്കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നിന്ന്, ഭൂപടത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മതങ്ങൾ ലോകത്ത് ഉത്ഭവിച്ചത്, മതത്തിന്റെ ഈ കച്ചവടം തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും മതത്തിന്റെ കച്ചവടം ഉണ്ടായിട്ടില്ല. പിന്നീട് ആ പ്രദേശങ്ങൾ ഈ കച്ചവടത്തിന് വിധേയമാവുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, മതങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. പിന്നെ രൂപപ്പെട്ടത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ന് നിലവിലുള്ള ഏത് മതങ്ങളുണ്ടായാലും ഈ ഭൂപ്രദേശങ്ങളിൽ നിന്നാണ്. യൂറോപ്പിൽ നിന്നൊന്നും മതങ്ങൾ വല്ലാതെ ഉത്ഭവിച്ചിട്ടില്ല. അതിനെ ഒരു കച്ചവട സാധ്യതയായി അവർ കണക്കാക്കിയിട്ടുമില്ല. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇതൊന്നല്ല എൻ്റെ വിഷയം. കുറച്ച് 2-3 ആയത്തുകൾ വിശദീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. അപ്പൊ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ എന്തിന് ഈ ഖുർആൻ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കണം. ഖുർആൻ എന്തിനു വായിക്കണം? ഖുർആൻ അല്ലാത്ത പുസ്തകങ്ങൾ നിരവധിയില്ലേ? എന്തിന് ഖുർആൻ വായിക്കണം? എന്തിനൊരു വേദം വേണം? എന്തിന് ഒരു അള്ളാഹു വേണം എന്ന ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ എനിക്ക് മുമ്പന്നെ ഉണ്ടായിരുന്നു. എന്തിനൊരു അള്ളാഹു, എന്തിനൊരു ദൈവം, എന്തിനൊരു മതം? ഇതൊന്നുമില്ലാതെ തന്നെ ലോകം മുന്നോട്ട് പോകില്ലേ? നന്നായി മുന്നോട്ട് പോകാൻ ലോകത്തിന് കഴിയില്ലേ എന്നൊക്കെ ചിന്തിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ദൈവത്തെ അറിയുക, തന്നെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഖുർആനിന്റെ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആന് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഖുർആന് പറയാനില്ല. നമുക്കും കുറച്ച് കാര്യങ്ങളെ ഇവിടെ ചെയ്യാനുള്ളൂ.
ആളുകളെ വിചാരം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു മനുഷ്യന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ ഈ പരക്കം പായുന്നതും ഓടുന്നതും ജോലിക്ക് ഓടുന്നതും രാവിലെ എണീറ്റാൽ കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ജോലിക്ക് ഓടുന്നതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പടഞ്ഞു വീണ് മരിക്കണം, അത്രയുള്ള ഒരു മനുഷ്യന് ചെയ്യാനുള്ള കാര്യം. പക്ഷേ ജീവിക്കുന്ന കാലത്ത് തന്നെ മരിച്ചു കഴിയുന്ന ആളുകളുണ്ട്. മരിച്ചിട്ടും 63 വയസ്സ് വരെയാണ് മുഹമ്മദ് ജീവിച്ചെങ്കിലും 63,000 തലമുറകളിൽ മുഹമ്മദ് ജീവിക്കും. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോഴേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ആ ജീവിതം എങ്ങനെ എന്നുള്ള മാർഗനിർദ്ദേശമാണ് ഖുർആന് വെക്കാനുള്ളത്. അതിനപ്പുറം ഖുർആനൊന്നുമല്ല. സമാധാനം എന്നൊരു വാക്കേ ഖുർആന് പറയാനുണ്ടാവുള്ളൂ. ഞാൻ ഇങ്ങനെ ആറ്റിക്കുറുക്കി ഖുർആന് എന്താ പറയാനുള്ളതെന്ന് നോക്കുമ്പോൾ അള്ളാഹു എന്ന ഒരൊറ്റ സങ്കല്പത്തിൽ ഒന്നേ അള്ളാഹു ഖുർആന് പറയാനുള്ളൂ. ഈ അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനെ തിരിച്ചറിഞ്ഞു കഴിയും. ആ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴുള്ള അവന്റെ ജീവിതമാണ് ഖുർആന് പറയാനുള്ളത്. അത് വിവിധ കഥകളിലൂടെ, വിവിധ ഉദാഹരണങ്ങളിലൂടെ, വിവിധ സംഭവ വികാസങ്ങളിലൂടെ വിവരിക്കുന്നു എന്ന് മാത്രമേ ഖുർആനുള്ളൂ. എത്രയാണ് ഖുർആന് പറയാനുള്ളത്? സമാധാനപൂർണമായ ജീവിതം, ശാന്തിയോടുകൂടിയുള്ള ജീവിതം, ആ ജീവിതത്തിന് അടിസ്ഥാനമാക്കേണ്ട അള്ളാഹു എന്ന പരമമായ സത്യം. ഈ പരമമായ സത്യത്തെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ജീവിതം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അത് അധികം ആളുകളെയും അവസാന നിമിഷത്തിലെ തിരിച്ചറിയുള്ളൂ എന്ന് മാത്രം. അതുവരെ ആർത്തിക്ക് വേണ്ടി ഓടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, 10,000 കോടി കിട്ടിയ മനുഷ്യനും പിന്നെയും ദരിദ്രനാണ്. 85 ആളുകളിലാണ് ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ, ലോകത്തിന്റെ പകുതി സമ്പത്ത്. ഇന്ന് ലോകത്തിന്റെ സമ്പത്തിന്റെ പകുതിയിലധികം കണക്ക് പ്രകാരം 85 വ്യക്തികളിലാണ്. ഈ 85 വ്യക്തികൾ ഈ സമ്പത്ത് എന്ത് ചെയ്യും? ഇവനും ചെയ്യാനുള്ളത് എന്താണ്? ഇപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇണ ചേരുക, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊട്ടിപ്പടഞ്ഞ് വീണ് മരിക്കുക. ഇതേ മനുഷ്യന് ചെയ്യാനുള്ളൂ. ഇതിന്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല. ഈ 85 ആളുകൾ ലോകത്തിന്റെ പകുതിയിലധികം കൈയടക്കി വെച്ചിരിക്കുന്ന ഈ സമ്പത്ത് ഞാനും നിങ്ങളും, ഒരു പൈസയില്ലാത്ത ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ അനുഭവം തന്നെ അവനും ഉള്ളൂ. പക്ഷേ ഈ സമ്പത്ത് ദൈവത്തിൻ്റെതാണ്, ഇത് നിന്റേതല്ല. ഇവൻ കൈമലർത്തി ദൈവത്തിനെ തന്നെ ഏൽപ്പിച്ച് തിരിച്ചു പോവുകയാണ്. ഈ 85 ആളുകൾ എവിടെയെങ്കിലും കൊട്ടിപ്പടഞ്ഞ് വീണ് മരിക്കുമ്പോൾ ഈ സമ്പത്ത് എന്റേതല്ല, ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോവുകയാണ്. പക്ഷെ ഈ തിരിച്ചറിവ് അവന്റെ അവസാന നിമിഷത്തിലല്ല വേണ്ടത്, അവന്റെ ജീവിതത്തിലാണ് വേണ്ടത്. ഇത് പങ്കിട്ട് അനുഭവിക്കാൻ ഇത് ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിന്റെ സമ്പത്ത് അവന്റെ സൃഷ്ടികളായ ആളുകൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ഈ തിരിച്ചറിവ് അവൻ നേടലാണ്. അങ്ങനെ നേടി ജീവിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന സമാധാനപൂർണമായ ജീവിതമാണ്. അതാണ് ഖുർആന് പറയാനുള്ളത്. വളരെ സിമ്പിളാ കാര്യം, ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. പക്ഷേ 10,000 ലക്ഷങ്ങൾ കോടികൾ കയ്യിലുള്ള മനുഷ്യനും പിന്നെയും ആർത്തി പൂണ്ട് ഓടിക്കൊണ്ട് ഇത് മുഴുവൻ തൻ്റേതാണെന്ന് പറഞ്ഞ് ശേഖരിച്ചു വെക്കുന്ന ഈ മനുഷ്യന്റെ ചിന്തയെ തട്ടിയുണർത്തിക്കൊണ്ട് പ്രകൃതിയിലെ നിനക്ക് ചുറ്റുപാടുമുള്ള വിജ്ഞാനങ്ങളിൽ നിന്ന് കണ്ണു തുറന്ന്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത്, മനുഷ്യ നീ അന്ധനും ബധിരനും മൂകനുമാകാതെ കണ്ണു തുറന്നു വെച്ച് ചെവി കൂർപ്പിച്ചു വെച്ച് ചിന്തയെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് നിന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് നിനക്കും നിന്റെ 63,000 6,000 തലമുറ വരാനിരിക്കുന്ന തലമുറക്ക് വേണ്ടി നീ പ്രയത്നിക്കുക. അങ്ങനെ നീ സമൂഹത്തിൽ ജീവിക്കുക എന്ന ഈ ഒരൊറ്റ നിർദ്ദേശമാണ് ഖുർആന് കൊടുക്കാനുള്ളത്. അങ്ങനെ അവൻ നേടുന്ന സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം. ഇതിലപ്പുറം ഇനി ഖുർആനൊന്നും പറയാനില്ല.
പക്ഷേ ഇത് മനുഷ്യനോട് പറഞ്ഞാൽ, ലോകത്ത് പ്രവാചകന്മാരായ എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞത് ഇതാണ്: അള്ളാഹുവിന് നിങ്ങളൊന്നും കൊടുക്കണ്ട. അതാ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ എനിക്കൊന്നും തരണ്ട. അടിക്കടി അള്ളാഹ് ഖുർആനിൽ പറയാം, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ പങ്കിട്ട് അനുഭവിച്ചാൽ മതി. അതാ ഞാൻ എൻ്റെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞ, ഈ അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് നേരിട്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാ നമ്മളോട് ഇങ്ങനെ ഇടക്കിടക്ക് നീ അയാൾക്ക് കൊടുക്കുക, ഇയാൾക്ക് കൊടുക്കുക, ഫക്കീറിന് കൊടുക്കുക, മിസ്കീന് കൊടുക്കുക, യതീമിന് കൊടുക്കുക, നിസായിനെ വളർത്തിക്കൊണ്ടുവരെ എന്നെന്തിനാ ഈ അള്ളാഹ് ഇടങ്ങാറായിട്ട് പറയുന്നത്? അള്ളാഹു അങ്ങനെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, ഒരു ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറുടെ അടുത്തിരുന്നിട്ട് ക്ലച്ച് ചവിട്ട്, ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റർ ചവിട്ട്, സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിക്കുക, ഇടത്തോട്ട് തിരിക്കുക എന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടുന്ന അള്ളാഹു അല്ല ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു. അതാണ്, ഈ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലേ ഖുർആനിക വചനങ്ങൾ ശരിക്ക് ബോധ്യപ്പെടുള്ളൂ. അതിനാണ് ഈ അള്ളാഹു എന്നുള്ള ഇത് ആദ്യം പറയുന്നത്. അള്ളാഹു നമ്മൾ അങ്ങോട്ടൊന്നും സഹായിക്കേണ്ടതില്ല. ഇപ്പൊ ഈ മതനിന്ദയുടെയും ദൈവനിന്ദയുടെയും പേരിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന കലാപങ്ങൾ കാണുമ്പോൾ മനുഷ്യനാൽ സംരക്ഷിക്കപ്പെടേണ്ട അള്ളാഹുവാണോ എന്ന് തോന്നിപ്പോവും. ഇപ്പൊ ദൈവത്തെ കുറ്റം പറഞ്ഞാൽ, പ്രവാചകനെ കുറ്റം പറഞ്ഞാൽ, മതത്തെ കുറ്റം പറഞ്ഞാൽ, ദീനിനെ കുറ്റം പറഞ്ഞാൽ, ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങളും മതനിന്ദയുടെയും ദൈവനിന്ദയുടെയും പേര്. ഇപ്പൊ സൂര്യനെ ഒരാൾ കുറ്റം പറഞ്ഞവന് ഇടങ്ങാറാകാന്നല്ലാതെ സൂര്യൻ എന്താ പറ്റുക? സൂര്യൻ മനുഷ്യനാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല. ഇതിപ്പോ ദൈവത്തിന്റെ സൃഷ്ടികളിൽ, പ്രപഞ്ചത്തിന്റെ ദൈവിക സൃഷ്ടികളിൽ കോടാനുകോടിയിൽ ഒരു സൃഷ്ടിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വായുവിനെ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്ത് വായു? കുറ്റം പറയും ചെയ്യുക, വായുവിനെ മലിനമാക്കും ചെയ്യുക. വായുവിനെ മലിനമാക്കിയാൽ അതിന്റെ ദുരന്തം മനുഷ്യൻ ഏൽക്കേണ്ടി വരുന്നല്ലാതെ അള്ളാഹ്ക്കെന്താ പറ്റുക? അള്ളാഹ്ക്കൊന്നും പറ്റൂല. അതാണ് ഞാൻ വിചാരിച്ചു, എന്തിനാ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ? അള്ളാഹുവിനെ കുറ്റം പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഇപ്പോ സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഒരാൾ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ചന്ദ്രനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിനെന്താ? അതിന്റെ ദുരന്തം ഈ ആക്രമിക്കുന്നവനും അല്ലാതെ. അതുപോലെ ദൈവത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ ഇടങ്ങാറാകണ്ട, അള്ളാഹുവിനെ സംരക്ഷിക്കാൻ നമ്മൾ ഇടങ്ങാറാകേ വേണ്ട. ഇപ്പൊ അള്ളാഹു എന്ന് പറയുന്നതിന്റെ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഒരു സൃഷ്ടി എടുത്തിട്ടാണ് ഞാൻ ഉദാഹരിച്ചത്. സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ വെള്ളം. ഇങ്ങനെ ദൈവത്തിൻ്റെതെന്ന് പറയുന്ന സൃഷ്ടികളിൽ മുഴുവൻ നമ്മൾ കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ അതിനെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിന്റെ തന്നെ ദുരന്തം നമ്മൾ അനുഭവിക്കുമെന്നല്ലാതെ അള്ളാഹുവിന് ഒരു കോട്ടം പറ്റൂലാണ് പറഞ്ഞത്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിലതിന്റെ മാത്രം കാര്യം. അപ്പൊ ഇതിന്റെയൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിനെ ഒരു വ്യക്തി കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ നമ്മൾ അവനെ കൊല്ലേണ്ടതില്ല. ഇതാണ് മതനിന്ദയുടെയും ദൈവനിന്ദയുടെയും പേരിൽ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ദൈവത്തെ ആര് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, അതിന്റെ ഭവിഷ്യത്ത്, അതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഈ മനുഷ്യൻ അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ തള്ളുക എന്ന് പറഞ്ഞാൽ സത്യത്തെ തള്ളുക എന്നാണ് അർത്ഥം. അല്ലാതെ അവന് ഏതെങ്കിലും ആചാരങ്ങളെ തള്ളുക എന്നല്ല അർത്ഥം. ഏതെങ്കിലും പ്രവിശ്യയിലെ ഏതെങ്കിലും ഗോത്രവർഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിഷേധിക്കുക എന്നല്ല. ഇന്നത്തെ അർത്ഥത്തിൽ അതാണെന്ന് മാത്രം. ഇന്നത്തെ അർത്ഥത്തിൽ ദൈവത്തെ നിന്ദിക്കുക, പ്രവാചകനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അറേബ്യയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവിശ്യയിലുള്ള ജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ വേഷവിധാനങ്ങളെയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുക എന്നാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിനെ നിന്ദിക്കുക, അള്ളാഹുവിനെ പരിഹസിക്കുക എന്ന് പറയുമ്പോൾ ഇതല്ല. അള്ളാഹുവിനെ നിന്ദിക്കുകയോ അള്ളാഹുവിനെ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ തള്ളിപ്പറയുകയോ ചെയ്യുമ്പോൾ അതിന്റെ ദുരിതം അള്ളാഹ്ക്കല്ല, അത് ഈ മനുഷ്യന് തന്നെയാണ്, മനുഷ്യകുലത്തിന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തിനെ നിഷേധിക്കുക, ധർമ്മത്തെ നിഷേധിക്കുക, നീതിയെ നിഷേധിക്കുക, ഇതാണ് ദൈവത്തെ നിഷേധിക്കുക, ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ. ഇത് എന്തിനാണ്? ഇങ്ങനെ ഒരു ദൈവം മനുഷ്യന്റെ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്.
അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഞാൻ ഇത് ആമുഖമായിട്ടാണ് വിശദീകരിച്ചത്. ഇതിന്റെ ദുരന്തങ്ങൾ അൽ-ബഖറയുടെ അവിടുന്ന് ആദ്യം ഇങ്ങോട്ട് പോന്നു, അൽ-ഇസ്ലാമിയുടെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മൾ 20 ആയത്ത് കഴിഞ്ഞു, 20ഓളം ആയത്തുകൾ വിശദീകരിച്ചു. അപ്പോ വേദത്തിന്റെ തത്വസംഹിത ആകത്തുക ഇതാണ്. ഇത് തുടർന്നുള്ള വചനങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആകത്തുക മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കാനും അങ്ങനെ സമാധാനപൂർണമായ ഒരു ജീവിതം, ഒരു സ്വർഗം ഇവിടെ പണിയാനുമാണ് അള്ളാഹു ഈ ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്നത്. ആകത്തുക ഇതാണ്. ഇതിന് ചിലപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞു വിശദീകരിക്കും, ചിലപ്പോൾ പൂർവ്വ ചരിത്രങ്ങൾ, പൂർവ്വ സമൂഹങ്ങൾ അകപ്പെട്ടത്, ഇത് നിഷേധിച്ചതിന്റെ പേരിൽ അകപ്പെട്ട ദുരിതങ്ങളുടെ സംഭവങ്ങൾ വിശദീകരിക്കും. ഇത്രയേ ഉള്ളൂ. അത് അധ്യായത്തിന്റെ തുടക്കം തന്നെ അതാണ് ചെയ്തത്. ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിയത് അതാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചൂണ്ടി. അതിൽ ആ വാക്കുകൾ അന്ന് ഞാൻ വിശദീകരിച്ചു. അതിൽ ഒന്ന് അലിഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ ഉൽഫത്ത് ഉണ്ടാക്കുക, സ്നേഹമുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക. ലാം മനുഷ്യർക്കിടയിൽ പ്രകാശവും തിളക്കവും ഉണ്ടാക്കുക, മാനവരാശിക്കിടയിൽ ഒരു തിളക്കവും ഉണ്ടാക്കുക. അപ്പോ പരസ്പരം കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും പരസ്പരം ചെളിവാരി എറിയുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ഉൽഫത്തും ലാമും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ വേദം എന്ന് പറയുന്നത്. അതാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് നിങ്ങൾക്ക്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അലിഫിന്റെ അർത്ഥം ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു 5-6 വർഷം മുമ്പ്. അലിഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഐക്യമെന്നാണ്, ഇണക്കമെന്നാണ്. ഇണക്കമുള്ള ജീവി എന്നുള്ള അർത്ഥത്തിനാണ് അലീഫ് എന്ന് പറഞ്ഞാൽ. കാളക്ക് അലീഫ് എന്നാ പറയാം. കാളയെ അറബിയിൽ അലീഫ്, ഇണക്കമുള്ള ജീവി അതുകൊണ്ട്. അപ്പൊ ഉൽഫത്ത് അല്ലഫ ബൈന ഖുലൂബിക്കും എന്ന് ഖുർആൻ പറഞ്ഞു 3:103. മനുഷ്യർക്കിടയിൽ അവൻ ഉൽഫത്ത് ഉണ്ടാക്കി, ഐക്യമുണ്ടാക്കി. അപ്പോ പരസ്പരം സംഘർഷത്തിലും പരസ്പരം അക്രമത്തിലും കഴിയുന്ന ഒരു സൊസൈറ്റിയെ തിളക്കമാർന്നതും ഐക്യപൂർണവും ഐക്യമുണ്ടാക്കുന്നതുമായ ഒരു സൊസൈറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ് വേദം. ആ വേദതത്വം തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേദം എന്ന് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കൊണ്ട് അന്ന് ഞാൻ തുടക്കത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഇതന്നെയാണ് തുടർന്നു പോകുന്ന ഓരോ വചനങ്ങളിലും അള്ളാഹു വിശദീകരിക്കുന്നത്. ഇനി ഞാൻ വിശദീകരിക്കാം. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. ഇങ്ങനെ ഒരു അഭിസംബോധന ഖുർആനിനല്ലാതെ വേറെ ഒരു ഗ്രന്ഥത്തിന് വെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഖുർആൻ മറ്റു ഗ്രന്ഥങ്ങൾ പറയുന്നു, ഖുർആൻ എവിടെയെങ്കിലും ഇന്ന വചനം ഇത്രാം വചനം നോക്കൂ, ഇന്ന അധ്യായം ഇത്രാം വചനത്തെ കുറിച്ച് പഠിക്കൂ, ഇന്ന സുവിശേഷം ഇത്രാം അധ്യായം ഇത്രാം വാക്കിൽ ഇന്ന ആള് പറയുന്നു എന്നൊന്നും ഖുർആനിലില്ല. ഖുർആനിന്റെ എന്താന്ന് പറഞ്ഞാൽ നീ നിന്റെ കണ്ണും കാതും ചെവിയും ബുദ്ധിയൊക്കെ തുറന്നു വെക്കൂ, പ്രകൃതിയെ പഠിക്കൂ, ചുറ്റുപാടിനെ പഠിക്കൂ, പൂർവ്വ സമൂഹങ്ങളെ പഠിക്കൂ, ഇന്ന് നിലവിലുള്ള സമൂഹങ്ങളെ പഠിക്കൂ, നിന്നെ പഠിക്കൂ, നിന്റെ ചുറ്റുപാടുകളെയും പഠിക്കൂ. ഇതാണ് ഖുർആന് പറയാൻ. എവിടെയെങ്കിലും ഒരു വചനത്തിൽ ഞാൻ നോക്കി, സൂറത്തുൻ നൂർ 28-ാം വചനം നിങ്ങളൊന്ന് നോക്കുക, ഖുർആന് പറയാനില്ല. ഇന്നുപോലെ ഖുർആൻ പിന്നെ മനുഷ്യരെ എന്നാണ് ഖുർആന് പറയാനുള്ളത്. ഇന്ന് ലോകത്തിന്റെ പ്രശ്നം ഇതാണ് കേട്ടോ. ഈ മനുഷ്യരെ കാണാത്തതാ ലോകത്തിന്റെ പ്രശ്നം. മുസ്ലിങ്ങളുടെ അന്ധവിശ്വാസം, മുസ്ലിങ്ങളുടെ തെറ്റായ ധാരണകൾ, മുസ്ലിങ്ങളുടെ വൈകല്യങ്ങൾ, മുസ്ലിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ, മനുഷ്യർ ചെയ്യുന്ന അക്രമങ്ങൾ എന്താ കാണാത്തതെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ 14 ആളുകൾ ഫ്രാൻസിൽ കൊല്ലപ്പെട്ടപ്പോൾ ലോകമിളകി, ലോകം ഒന്നിച്ചിളകി. 2 ജപ്പാൻകാരെ തലവെട്ടുന്ന ചിത്രങ്ങൾ ടിവിയിലും. ഞാൻ പറയുന്ന ഒരു സമൂഹത്തെ കൊല്ലുന്നത് ശരിയാണല്ലോ, അങ്ങനെ തെറ്റത്. ഞാൻ ഖുർആൻ മനുഷ്യരെ കാണണം എന്നുള്ളതാണ് ഖുർആനിന്റെ ഈ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, വേറെ സിഖുകാരനില്ല, ഇന്ത്യക്കാരനില്ല, പാകിസ്ഥാൻകാരനില്ല, അമേരിക്കക്കാരനില്ല, ബ്രിട്ടൻകാരനില്ല, ഫ്രാൻസില്ല, കിഴക്കില്ല, പടിഞ്ഞാറില്ല, മനുഷ്യരെ എന്നുള്ളത്. അപ്പോൾ ഫ്രാൻസിലെ 14 ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ലോകം ഇളകി, ഭയങ്കര ജനാവലികൾ, മീഡിയകൾ ആകെ ഇളകി, ഇവിടുത്തെ പത്രങ്ങളും മീഡിയകളും ഇളകി. ക്രൂരകൃത്യം, 2 ജപ്പാൻകാരുടെ തലവെട്ടുമ്പോൾ ക്രൂരകൃത്യമെന്ന് ലോകം മുഴുവൻ ഇന്നലെ വരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പിഞ്ചു പൈതങ്ങൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും
ഒരു നിരപരാധികളായ പിഞ്ചു പൈതങ്ങൾ, ഒരു കുറ്റവും ചെയ്യാത്ത പൈതങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ആ ഒരു മീഡിയ ഇളകിയില്ല, ഒരു മനുഷ്യന്റെ വികാരം ഇളകിയില്ല. അതേ പറഞ്ഞു മനുഷ്യരെ കാണണം. അതാണ് ഈ കാഴ്ചപ്പാട്. അവിടെ ഹിന്ദുവല്ല, ആയുധം എടുക്കരുത് എന്നുള്ളതാണ് ഖുർആന് പറയാനുള്ളത്. മനുഷ്യരെ കാണണം. അത് ഹിന്ദു ആയുധമെടുത്താലും മുസ്ലിം ആയുധമെടുത്താലും ക്രിസ്ത്യാനി ആയുധമെടുത്താലും അത് ആയുധം എടുക്കരുത് എന്ന് പറയാനുള്ള ആ കാഴ്ചപ്പാടിലേക്ക് എപ്പോൾ ഉയരുന്നുവോ അപ്പോൾ അവൻ മനുഷ്യനായി, അവൻ ദീനിന്റെ ആളായി. അതാണ് ദീൻ. ഇന്ന് അതില്ല. അത് ഞാൻ പറയണേ, ഈ നമ്മളിപ്പോ ഒരു മന്ത്രി അഴിമതി കാണിച്ചാൽ അവിടെ വരെ മനുഷ്യനെ കാണില്ലല്ലോ. അവനാന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അഴിമതി കാണിച്ച, അവനാന്റെ സമുദായത്തിൽപ്പെട്ട മന്ത്രി അഴിമതി കാണിച്ചാൽ ഇവൻ മറ്റേ മന്ത്രിമാരെ പറയണത് മറ്റു സമുദായത്തിൽപ്പെട്ട ഓലൊക്കെ എന്ത് അഴിമതി. അത് നോക്കുമ്പോ ഇതൊന്നുമല്ല, മൂപ്പരൊന്നും ചെയ്തിട്ടില്ല, വെറുതെ പറയാണ്. എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ പറയുന്നതാണ്, ഇവിടുന്ന് പോകണം. ഒരു മുസ്ലിം തന്റെ പുരുഷായുസ് മുഴുവൻ വിദേശത്ത് ജോലി ചെയ്ത് ഒരു വീടും 10 സെന്റും ഉണ്ടാക്കിയ ഈ ഇന്ത്യ മുഴുവൻ അവൻ കൈയടക്കുന്നു എന്നുള്ള ഈ ചിന്ത, ഞാൻ വർഗീയ ചിന്ത പറയല്ല, ഞാൻ അതിന്റെ ശരിയായ തലത്തിലേക്ക് നമ്മളെല്ലാവരും ഉയരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴേ നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്കൊരു മനുഷ്യൻ എന്ന തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ എന്നാണ്. തന്റെ പുരുഷായുസ് മുഴുവൻ വിദേശത്ത് അധ്വാനിച്ച് ജോലി ചെയ്ത് 10 സെന്റും നല്ലൊരു വീടും ഒരു കാറും അവൻ പണിതാൽ പിന്നെ ചില ആളുകളുടെ, ചില സമുദായത്തിൽപ്പെട്ട ആളുകളുടെ നോട്ടം അവിടുക്കായി. നേരെ മറിച്ച് ഒരു 10 സെന്റ് വാങ്ങി ആയിരക്കണക്കിന് ഏക്കറുകൾ വ്യാജരേഖകൾ ഉണ്ടാക്കി വളച്ചു കെട്ടിയാൽ അത്തരം ആളുകളെ കുറിച്ച് ഇവിടെ മിണ്ടണില്ല, അവരെ കുറിച്ച് മിണ്ടണില്ല. കാരണം അവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനാണ്. ഈ സാമുദായിക വേർതിരിവ്, ഈ മതത്തിന്റെ വേർതിരിവ്, ഈ മതത്തിന്റെ വേർതിരിവ് മാറ്റി തിരുത്തിയ ഒരു വിളിയാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. മനുഷ്യരെ, ഈ മനുഷ്യരെ എന്ന് പറയുന്ന ഈ മനുഷ്യത്വം കാണാൻ ഖുർആനിനല്ലാതെ അതിനെ കഴിയാം. ഇതിന്റെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാട് ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് ഇനി എൻ്റെ ഖുർആനിനോടുള്ള വർഗീയം അങ്ങേയറ്റത്തെ വൈകാരികമായ കാഴ്ചപ്പാട് കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ ഞാൻ പറയും. ഓഷോ എന്ന് പറയുന്നത് നമ്മൾ സാറ് പറഞ്ഞു, അയാളൊരു തിയറി അവതരിപ്പിച്ചു. 96 അത്യാധുനിക കാറുകളും വലിയൊരു വാളും കെട്ടി സുഖമായി കുറെ തിയറി പറഞ്ഞതുകൊണ്ട് ലോകത്തിന് അതുകൊണ്ടെന്ന് പ്രായോഗികം തന്നെ ഞാൻ ചിന്തിച്ചു. ആള് നല്ല തിയറിയൊക്കെ പറഞ്ഞു, ഓശോ ഭയങ്കര ചിന്തകൾ പറഞ്ഞു. പക്ഷെ മുഹമ്മദ് അതല്ല ചെയ്തത്. അതേ പറയണേ, ഇപ്പൊ നമുക്ക് ബേസിക് നമുക്ക് നിൽക്കാൻ ഒരു അടിത്തറയായിരിക്കുന്നു. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്ക്. പ്രാക്ടിക്കൽ ഇസ്ലാം കൊണ്ട് ലോകത്ത് ഇത് പ്രചരിക്കുള്ളൂ, ഇത് ലോകത്തിന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ലോകത്തിന് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പ്രാക്ടിക്കൽ ഇസ്ലാം ഇല്ലാതെ. അതാ പറഞ്ഞ പ്രാക്ടിക്കൽ ഇല്ല ഓഷോന്റെ തിയറിയിൽ. അതാ ഓഷോ എന്നോട് ചോദിച്ചു, ഓഷോ ഭയങ്കര ചിന്തയാണല്ലോ, നല്ല അറിവൊക്കെ നല്ല തന്നെ. അയാൾ 96 കാറുകൾ, അത്യാർഭാടപൂർവ്വമുള്ള 96 കാറുകളും കെട്ടി, വലിയ കൊട്ടാരം കെട്ടി, വലിയ മതിൽക്കെട്ടുകളും കെട്ടി, അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സുഖമായി ജീവിച്ച പ്രാക്ടിക്കലിലേക്ക് ലോകത്ത് വരാത്ത ഒരു തിയറിയെ കുറിച്ച് എനിക്ക് പറയാനില്ല. മറ്റതല്ല, ഇവരുടെ ചരിത്രം തന്നെയാണെങ്കിൽ തന്നെയും മുഹമ്മദ് ഇത് പ്രാക്ടിക്കലാക്കി. അതുകൊണ്ടാണ് ലോകത്തിന്റെ 3/4 ഭാഗത്തോളം ഇത് പ്രചരിച്ചത്. ഇത് പിടിച്ചാൽ കിട്ടൂല എന്ന് മനസ്സിലാക്കി ലോകത്തിന്. അതിന്റെ കുനിട്ടും അസൂയയും കിബറും ആണ് ഇതിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള കോൺസ്പിറസി മുഴുവൻ നടന്നത്. ഇതിനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ബിലാലിനെ മരുഭൂമിയിലൂടെ വലിച്ചിഴക്കുമ്പോൾ മുഹമ്മദ് കണ്ടിട്ട് ബിലാലെ ക്ഷമിക്കുക, നിനക്ക് വരാനിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് പറയല്ലേ ചെയ്തത്. അബൂബക്കറിന്റെ കീശിൽ കായുണ്ടോന്നോ നോക്കിയത്. കാശുണ്ട്, കാശിനെടുക്കുക, ഇതാ എത്ര വേണ്ട കൊടുത്തു, നീ അവനാണ് കൊണ്ടാന്നാ പറഞ്ഞത്. അനക്ക് സ്വർഗത്തിൽ ഈ ചങ്ങലകൾക്ക് പകരം സ്വർണ്ണ ചങ്ങലകളുണ്ട്. നിനക്ക് ഇവിടെ കിട്ടുന്ന പീഡനങ്ങൾക്ക് പകരം അവിടെ പോയി ഹൂറുല്യങ്ങളെ അനക്ക് കിട്ടാനുണ്ട് എന്ന് പറയല്ലേ ചെയ്തത്. അതല്ല,
മൂപ്പര് പോക്കറ്റ് തപ്പി നോക്കുമ്പോ കാര്യമായിട്ട് കാശൊന്നും കാണാനില്ല നബിയുടെ. അബൂബക്കറിന്റെ കാശ് കീശിൽ കുറച്ച് കാശുണ്ട്. ആ ചരിത്രം ശരിയാണെങ്കിൽ, ശരിയാകാനേ വഴിയുള്ളൂ. കാരണം ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ ഉത്തമമായ മാതൃകയാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ലോകത്തിന്റെ 3/4 ഭാഗത്തോളം ഇസ്ലാം പ്രചരിക്കൂല. പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു തിയറി ലോകത്ത് പ്രചരിക്കാൻ പ്രയാസം. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമായി ഇതിങ്ങനെ ചെയ്യാ ചെയ്തത്. അബൂബക്കറിന്റെ കീശയിലുള്ള കാശ് വാങ്ങിയിട്ട് ഈ ബിലാലിന്റെ യജമാനൻ ആരാണെന്നാ പിടിച്ചോ അയാളാണ് വിട്ടുകൊണ്ട ഇങ്ങനെ ജീവിതം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. അങ്ങനെ ജീവിതം ഉണ്ടാക്കി ആളുകൾക്ക് കിട്ടിയപ്പോൾ ആളുകൾ മനസ്സിലാക്കി ഇത് കുഴപ്പമില്ലല്ലോ, എനിക്ക് തന്നെ ജീവിതം കിട്ടുന്ന ഈ തിയറിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഞാനും ഇതിന്റെ ഒരു അംഗമാകാൻ. ഇങ്ങനെ ഓരോരുത്തർ ഇതിന്റെ അംഗങ്ങളായി മാറുകയാണ്. അപ്പൊ ഖുർആനിന്റെ ഈ കാഴ്ചപ്പാട് ഇതൊരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ മോമിനും മുസ്ലിമും ഇങ്ങനെ ഇതിന്റെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ്. മൂമിനായിട്ടും മുസ്ലിമായിട്ടും മുനാഫിക്കായിട്ടും കാഫിറായിട്ടും മുശ്രിക്കായിട്ടും നിസാ ആയിട്ടും ഇതിനെ പിന്നീട് മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്തിട്ട് എന്തിനാണ് വേർതിരിച്ചിരിക്കുന്നത്? അത് ഇതിന്റെ പ്രാക്ടീസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇത് നടപ്പിലാക്കാൻ ഇതിന്റെ ആളുകളാക്കാം. ഇതിന് വിധേയരാകേണ്ട ആളുകളും ഉണ്ടാവും, ഇത് നടപ്പിലാക്കേണ്ട ആളുകളും ഉണ്ടാവും. മോമിനും മുസ്ലിമും ഇത് നടപ്പിലാക്കേണ്ട ആളുകളാണ്. ഇതിന്റെ ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെടുന്ന നബി എന്ന് പറയുന്നത് ഇതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. റസൂൽ എന്ന് പറയുന്നത് ഈ സന്ദേശം ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ഇതിന് ഈ ആശയത്തെ വിവിധ അവസ്ഥയിൽ ഇതിന് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഈ വേർതിരിവാണ് ഖുർആനിലെ ഈ പദങ്ങളിലുള്ള വേർതിരിവ്. പിന്നെ ഈ ഫക്കീറാരാണ്? ഈ നടപ്പിലാക്കുന്ന ആനുകൂല്യങ്ങളും ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കും വളർത്തിക്കൊണ്ടുവരേണ്ട ആളാണ് അവൻ. പക്ഷെ അപ്പോഴും അവൻ മനുഷ്യനാണ്. അപ്പോ ഈ അള്ളാഹുവിന്റെ ഖുർആനിൽ യജമാനൻ ഒന്നേ ഉള്ളൂ. യജമാനൻ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇബാദുകളാണ്, അവന്റെ അടിമകളാണ്. അത് ഒരു വേദഗ്രന്ഥത്തിന്റെ ആളുകൾ ഖുർആനെ കളിയാക്കി. ഖുർആനില് മനുഷ്യരെ അടിമകളായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ വേദത്തിൽ മനുഷ്യരെ ദൈവം പിതാവും മനുഷ്യർ മക്കളുമാണ് എന്ന് പറഞ്ഞു. അത്രയും നല്ല ആശയമാണ്. ഞാൻ പറഞ്ഞു ശരിക്കും ഇതാണ് ശരിയായതെന്ന്. ഇത് നല്ലതെന്നല്ല, അതിനേക്കാൾ ഒന്നുകൂടി നല്ലതാണ്. കാരണം മനുഷ്യരെല്ലാവരും അവന്റെ കീഴിലുള്ള അവന്റെ അടിമകൾ. യജമാനൻ ഒരാൾ മാത്രം. ആ യജമാനൻ ഒരാൾ മാത്രം എന്നുള്ള ഈ യജമാനൻ അള്ളാഹു എന്ന് പറയുന്ന ഈ യജമാനനെ അംഗീകരിക്കുന്നതോടുകൂടി മനുഷ്യരെല്ലാം അവന്റെ അടിമകളാണെന്നുള്ള ഈ സമഭാവനയിൽ മനുഷ്യരെ കൊണ്ടുവരാൻ ഇതാണ് ഏറ്റവും നല്ല ഒരു ആശയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖുർആൻ അങ്ങനെ കാണുന്നത് ഇബാദുർ റഹ്മാനാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്, പരമകാരുണികന്റെ ദാസന്മാരാണ് മനുഷ്യർ എന്നുള്ളതാണ് ഖുർആൻ കാണുന്ന കാഴ്ചപ്പാട്. ഇനി പിതാവും മക്കളുമാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏതായാലും എന്തു തന്നെയായാലും മനുഷ്യരുടെ നന്മയാണ് ആത്യന്തികമായി ഏത് വേദങ്ങളും ലക്ഷ്യമാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ. അപ്പോ ഖുർആൻ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇങ്ങനെ പ്രശ്നങ്ങളെ മുഴുവൻ മനുഷ്യന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാണണമെന്നാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് ആദ്യം 10-20 ആയത്തുകൾ മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു. മുനാഫിക്കിനെ പറഞ്ഞു, കാഫിറിനെ പറഞ്ഞു, മുത്തക്കിയെ പറഞ്ഞു, കണ്ണും കാതും ഉപയോഗിക്കാതെ ചിന്തിക്കാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് പറയുന്നത് നിങ്ങൾ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വണങ്ങണം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയാണ് വണങ്ങേണ്ടത്. നിങ്ങളൊക്കെ മനുഷ്യരാണ്. അതിൽ ശൈത്താന് പറഞ്ഞു, കാഫിർ പറഞ്ഞു, മുനാഫിക്ക് പറഞ്ഞു, മുത്തക്കി പറഞ്ഞു. ഇപ്പൊ 10-20 ആയത്തുകൾ ഇവരെ മുഴുവൻ കാറ്റഗറൈസ് ഇവിടെ ഇപ്പം നിങ്ങളുടെ സ്വഭാവ വൈവിധ്യങ്ങൾക്കനുസരിച്ച് നൽകിയ വിഭാഗങ്ങളാണ് ഇത്. പക്ഷെ നിങ്ങളൊക്കെ മനുഷ്യരാണ്. നിങ്ങൾ വണങ്ങേണ്ടത് നിങ്ങളുടെ റബ്ബിനാണ്. എന്തിനാണ് റബ്ബിനെ വണങ്ങണത്? റബ്ബിനെ വണങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് റബ്ബിനെ വണങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുള്ളത് കേവലം ചില ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതാണ് ഇബാദത്ത്.
ഇതാണ് ഇപ്പോൾ റബ്ബിനെ വണങ്ങുക എന്ന് പറഞ്ഞാൽ. ഇപ്പോ നമ്മള് പറഞ്ഞാൽ ഞാനടക്കമുള്ള ആളുകൾ മനസ്സിലാക്കിയ ചെറുപ്പം മുതൽ അതാണ്. റബ്ബുദു റബ്ബക്കും, റബ്ബിനെ ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇതാണ് റബ്ബിനെ വണങ്ങൽ. പിന്നെ കുറെ അബ്വാദ് സുന്നത്ത്, ഹയാത്ത് സുന്നത്ത്, മറ്റു കുറെ സുന്നത്തുകൾ, താടി വെക്കുക, ഇങ്ങനെ കുറച്ച് ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കലാണ് റബ്ബിനെ വണങ്ങൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ അതല്ല, റബ്ബ് എന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നാണ്, അതിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളുടെ സംരക്ഷകനും നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നവനുമായ ദൈവികമായ വ്യവസ്ഥിതികൾ ഏതൊക്കെയുണ്ടോ, നിയമങ്ങൾ ഏതൊക്കെയുണ്ടോ, അതിന് നിങ്ങൾ വഴിപ്പെടണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എന്തിനാണ് വഴിപ്പെടുന്നത്? നിങ്ങൾ മുത്തക്കിയാകാൻ വേണ്ടിയിട്ട്. മുത്തക്കിയായി തീരാനുള്ളത് മാർഗനിർദ്ദേശമാണെന്ന് തുടക്കത്തിൽ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞു. നിങ്ങൾ മുത്തക്കിയായി തീരാൻ നിങ്ങൾ ദൈവത്തിന് വണങ്ങണം, റബ്ബിന് വണങ്ങണം. ദൈവത്തിനെന്നല്ല, അള്ളാഹുവിനെന്നല്ല, റബ്ബിന് വണങ്ങണം. റബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി നിയമങ്ങളാണ്. അതാണ് റബ്ബിന് വണങ്ങുക എന്ന് പറഞ്ഞാൽ. അതിന് വണങ്ങിയാലേ നമ്മൾ സൂക്ഷ്മതയുള്ളവരാവുകയുള്ളൂ, അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ളവരാവുകയില്ല. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് താഴേക്ക് ചാടണം തോന്നി, അത് റബ്ബിനെ വണങ്ങലല്ല. പ്രകൃതിയിൽ എനിക്ക് വെച്ച കുറച്ച് നിയമങ്ങളുണ്ട്, മനുഷ്യന് വെച്ച നിയമങ്ങളുണ്ട് നമ്മുടെ സംരക്ഷണമായിട്ട്. ആ സംരക്ഷണത്തിന് വേണ്ടി, അതാണ് റബ്ബ്. നമ്മുടെ വളർച്ചക്കും സംരക്ഷണത്തിനും വേണ്ടി നിദാനമായ റുബൂബിയത്ത്, ദൈവികമായ നിയമങ്ങൾ ഏതൊക്കെയുണ്ടോ ആ ദൈവികമായ നിയമങ്ങൾക്ക് വഴിപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുക നിങ്ങൾ മുത്തക്കിയാകാൻ വേണ്ടിയിട്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ സൂക്ഷ്മത ഉണ്ടാവില്ല ജീവിതത്തിൽ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ജീവിതം പരാജയപ്പെടും. ചിലപ്പോൾ ഒരു സെക്കൻഡ് പോലും ജീവിക്കാനും കഴിയില്ല എന്നുള്ളത് മാത്രം. അതാണ് അള്ളാഹു എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ തെരഞ്ഞു നടന്നിട്ട് കാര്യമല്ല. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ സൂചിപ്പിച്ചു. നമ്മൾ അള്ളാഹുവിനെ വേഷവിധാനങ്ങളിലോ ആചാരാനുഷ്ഠാനങ്ങൾ നൽകിക്കൊണ്ടോ പ്രീതിപ്പെടുത്തേണ്ട ഒന്നല്ല അള്ളാഹു. അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളാണ്. അതാണ് ദൈവിക വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ദൈവിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ബേജാറാകണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. നമുക്കൊരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കറന്റിനൊരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്, വെള്ളത്തിനൊരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്, സൂര്യനൊരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു റുബൂബിയത്ത്, ഒരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥിതിക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് വണങ്ങുക എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹുവിന് വണങ്ങുക എന്നുള്ളത്. ഇത് ആർക്കാണ് സ്വീകാര്യമല്ലാത്തത്? ഇവിടുത്തെ ഹിന്ദുവിന് സ്വീകാര്യമല്ലേ? ഇവിടുത്തെ മുസ്ലിമിന് സ്വീകാര്യമല്ലേ? ഇവിടുത്തെ മതമില്ലാത്തവന് സ്വീകാര്യമല്ലേ? ദൈവത്തിനെ നിഷേധിക്കുന്നവന് സ്വീകാര്യമല്ലേ ഈ ആശയം? പ്രപഞ്ചത്തിലെ ദൈവികമായ നിയമങ്ങൾക്ക് ദൈവികമായ വ്യവസ്ഥിതി, ഓരോ വ്യവസ്ഥിതിക്കും ഓരോ വസ്തുക്കളും അതിൻ്റെ വ്യവസ്ഥിതിക്കനുസരിച്ച് ആണ് നീങ്ങുന്നത്. അതിനെ ധിക്കരിക്കരുത് എന്നാ പറയുന്നത്. അതിന് നിങ്ങൾ വിധേയരാകണം. ആ വിധേയത്വത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ അതിൻ്റെ നാശം നിങ്ങളാണ്. അത് നിങ്ങൾക്ക് സൂക്ഷ്മത ജീവിതത്തിൽ ഇല്ലാത്ത ഒരവസ്ഥാവിശേഷം നിങ്ങൾക്കുണ്ടാക്കും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം പെട്ടെന്ന് മുന്നിൽ വരുന്നതാകൊണ്ടാണ് ഈ കറണ്ടിനെ പറയാറുള്ളത്. അതിനൊരു വ്യവസ്ഥിതി അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് ആ വ്യവസ്ഥിതിക്ക് വിധേയമായിട്ടാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ചലിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്യുള്ളൂ. കാരണം അതിന് ബുദ്ധിയില്ല, വിവേകമില്ല, ഇച്ഛാശക്തിയില്ല. മനുഷ്യനോട് എന്തിനാ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത്? മനുഷ്യന് ബുദ്ധിയുണ്ട്, വികാരമുണ്ട്, വിചാരങ്ങളുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അവന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും. ഈ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായിട്ടും പ്രവർത്തിക്കാൻ കഴിയും മനുഷ്യന്. എനിക്കിവിടുന്ന് ചാടാൻ കഴിയും. പക്ഷെ ചാടിയാൽ എന്താ പ്രശ്നം? ചാടിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോ ഇടുപ്പൊടിഞ്ഞിട്ട് കുറെ കാലം അങ്ങനെ കിടക്കേണ്ടി വരും. ചിലപ്പോൾ വീണോടുകൂടി തന്നെ സംഗതി പോകും. ഇത് നിന്റെ വ്യവസ്ഥിതിക്ക് വിരുദ്ധമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ നിനക്ക് കഴിയും. 1 കിലോ ഉപ്പ് ഒന്നിച്ച് തിന്നിട്ട് എൻ്റെ രക്തസമ്മർദ്ദം 120 എന്നുള്ളത് 400-ൽ കയറ്റിയിട്ട് എൻ്റെ ജീവിതം അപ്പം തന്നെ ഇല്ലാതാക്കാനും കഴിയും. ജീവിതത്തിൽ സൂക്ഷ്മത ഇല്ലാതാക്കാനും കഴിയും. ശരാശരി എൻ്റെ രക്തത്തിൻ്റെ സമ്മർദ്ദ നില
പിന്നെ 80-120 നിലനിർത്തക്കത്ത രൂപത്തിൽ മരണം സംഭവിക്കുന്നത് വരെയും നിലനിർത്തക്കത്ത രൂപത്തിൽ എൻ്റെ രക്തസമ്മർദ്ദത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനു പറ്റിയ രൂപത്തിൽ ഭക്ഷണങ്ങളും ജീവിതക്രമങ്ങളെയും ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു വെച്ച ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് പോകാനും കഴിയും. ഇതിന് രണ്ടിനുമുള്ള ഇച്ഛാശക്തി ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ദൈവികമായ അനുഗ്രഹങ്ങൾ പങ്കിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വ്യവസ്ഥിതി. ആ രൂപത്തിലാണ് അവൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കിട്ടേണ്ട രൂപത്തിൽ, സൂര്യപ്രകാശം എല്ലാവർക്കും കിട്ടേണ്ട രൂപത്തിലാണ് അവന്റെ വ്യവസ്ഥിതി. വായു എല്ലാവർക്കും കിട്ടേണ്ട രൂപത്തിലാണ് അവന്റെ വ്യവസ്ഥിതി. ജലം എല്ലാവർക്കും കിട്ടേണ്ട രൂപത്തിലാണ് അവന്റെ വ്യവസ്ഥിതി. ഇങ്ങനെ ദൈവിക അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അത് കേവലം ചില ആളുകൾ മാത്രം കൈയടക്കി വെക്കുകയും ആർക്കും അനുഭവിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുകയും ഇവൻ തന്നെ അനുഭവിക്കാതെ ഇവിടെ നിന്ന് പടഞ്ഞു വീണ് മരിച്ചു പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ആ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിന്റെ ദുരന്തവും നിങ്ങൾക്ക് തന്നെയാണ്. അതും നിങ്ങളുടെ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. സത്യത്തിന് നിങ്ങൾ അത് സത്യം പറയുക എന്ന് അത് ഞാൻ പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സത്യം പറയുക എന്നുള്ളതാണ് മനുഷ്യ പ്രകൃതി. അതാണ് നമ്മൾ ജനിക്കുന്നത് സത്യം പറയുക എന്ന പ്രകൃതിയിലാണ്. പക്ഷെ പിന്നീട് നമ്മൾ നുണ ശീലിക്കുകയാണ്. അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതാണ് ഫീ ഖുലൂബിഹിം മറദെന്ന് പറഞ്ഞത്. അത് ഞാൻ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ഒരു വിഷയം പിന്നെയും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആവർത്തിക്കാത്തത്. ഫീ ഖുലൂബിഹിം മറദെന്ന് അവിടെ ഒരു അവയവത്തിന് രോഗം ബാധിക്കുക എന്ന് പറയുമ്പോൾ ആ അവയവം അതിന്റെ ശരിയായ ധർമ്മം നിർവഹിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ കണ്ണിന് രോഗമാണെന്ന് പറഞ്ഞാൽ കാണുക എന്ന് പറയുന്ന കണ്ണിന്റെ ധർമ്മം നിർവഹിക്കാത്തപ്പോഴാണ് കണ്ണിന് രോഗം എന്ന് പറയുന്നത്. ചെവി കേൾക്കുക എന്ന് പറയുന്ന അതിന്റെ ധർമ്മം നിർവഹിക്കാതെ വരുമ്പോഴാണ് ചെവിക്ക് രോഗമാണെന്ന് പറയുന്നത്. കാലുകൊണ്ട് ശരിക്കും നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് കാലിന് രോഗമുണ്ട് എന്ന് പറയുന്നത്. എന്നപോലെ തന്നെ മനുഷ്യന്റെ പ്രകൃതിദത്തമായ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി അവൻ സത്യം പറയണമെന്നുള്ളതാണ്. അതാണ് ഫീ ഖുലൂബിഹിം മർളൻ ഫസാദഹുമുല്ലാഹു മർളൻ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അവൻ കളവ് പറയുന്നു. അപ്പൊ കളവ് പറയുക എന്നുള്ളത് മനുഷ്യ പ്രകൃതിയല്ല. അവന്റെ ജന്മസിദ്ധമായ സ്വഭാവം സത്യം പറയുക എന്നുള്ളതാണ്. അപ്പൊ ജന്മസിദ്ധമായ മനുഷ്യന്റെ സത്യം പറയുക എന്ന ഈ പ്രകൃതിദത്തമായ അള്ളാഹു നൽകിയ ആ ഗുണത്തെ അവൻ മൂടിവെച്ചതിന്റെ ഫലമായി, അവൻ നുണ പറഞ്ഞതിന്റെ ഫലമായി അവന് മഹത്തായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ഇതാണ്. അപ്പൊ ഇത് എന്തിനു ഇതാണ് ഇങ്ങനെ ദൈവികമായ ഇതെന്നെ നിങ്ങൾക്ക് 1000 ബുക്ക് എഴുതാനുള്ള ആയത്ത് തന്നെ ഉണ്ട്. ദൈവികതക്ക് നിങ്ങൾ കീഴ്പ്പെടുക. നിങ്ങളുടെ റുബൂബിയത്ത്, നിങ്ങളെ റബ്ബ് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വൈജ്ഞാനികമായും അറിവ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ വളർത്തി നിങ്ങൾക്ക് ഡെവലപ്മെന്റ് തരാൻ പറ്റുന്ന ഒരു ദൈവിക വ്യവസ്ഥിതി ഉണ്ടല്ലോ, അതിന് നിങ്ങൾ വിധേയരായി ജീവിക്കണം. വിധേയരായി ജീവിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് കുഴപ്പം. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വണ്ടൂർ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. എന്താ നുണ പറഞ്ഞാൽ കുഴപ്പമെന്താ? എനിക്കൊരു 10,000 1 കോടി കിട്ടൂലേ ഒരു നുണ പറഞ്ഞാൽ? കുഴപ്പമൊന്നുമില്ല. അനക്കൊരു കോടി കിട്ടുമ്പോഴത്തേന് എൻ്റെ 10 കോടി നഷ്ടപ്പെടും. അത് ഞാൻ കോഴിക്കോട് പറഞ്ഞു. 1000 നാവുകളാണ് എന്നോട് സംസാരിക്കുന്നത്, അല്ലേ? എൻ്റെ ഒരു നാവുള്ളൂ. ലോകത്തുള്ള എല്ലാവരും നുണ പറയാൻ തുടങ്ങിയാൽ എന്താണ്? സത്യം ലോകത്ത് പറയോണ്ടാണ് ഇങ്ങനെ പോണത്. ലോകത്ത് എല്ലാവരും നുണ പറഞ്ഞു നോക്കണ്ടേ? ലോകം ഒരു സെക്കൻഡ് നിശ്ചലമായി പോകും, ലോകം സ്തംഭിക്കും. എല്ലാവരും നുണ പറയാം. അതാണ് 1000, 10,000, ലക്ഷം നാവുകളാണ് നിത്യേന എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ കളവാ പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു നാവേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, 1000, 10,000 വാഹനങ്ങൾ എനിക്ക് എതിരാ വരുന്നത്. എൻ്റെ കയ്യിൽ ഒരു വാഹനേ ഉള്ളൂ. അവനൊക്കെ ദിശ മാറി വരാൻ തുടങ്ങിയാൽ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു സെക്കൻഡ് ലോകത്തിന് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ റുബൂബിയത്തിന് നിങ്ങൾ വിധേയപ്പെടൂ എന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ സംരക്ഷണത്തിനും നിങ്ങളുടെ ഗുണത്തിനും ഉതകുന്ന ദൈവിക വ്യവസ്ഥിതിക്ക് നിങ്ങൾ വിധേയപ്പെടൂ എന്ന ഒരു വാക്കേ പറയണുള്ളൂ അല്ലാഹു.
അത് എന്തിനാണ്? നിങ്ങൾ മുത്തക്കിയാകാൻ വേണ്ടിയിട്ടാ ജീവിതത്തിൽ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്നേയല്ല. പക്ഷേ ഇത് മനുഷ്യനിലുണ്ടാകുന്ന ഇഫക്റ്റ് ഭയങ്കരമായ ഇഫക്റ്റാണ് ലോകത്തുണ്ടാക്കുന്നത്. ഇത് ഏത് മുസ്ലിമിനാ, ഏത് ഹിന്ദുവിനാ, ഏത് ക്രിസ്ത്യാനിക്കാ, ഏത് മനുഷ്യനാ ഇത് തള്ളിക്കളയാൻ പറ്റിയ? ഇന്നലെ എനിക്ക് അബുദാബിയിൽ നിന്ന് വിളിച്ച ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ 4 മാപ്പിളാരെ മാത്രം വിളിച്ചുകൂട്ടി പറയേണ്ട കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത്, ലോകത്തിന് വേണ്ട കാര്യങ്ങളാ. ഇത് ആർക്കാ ലോകത്തിന് വേണ്ടാന്ന് പറയാം? ആർക്കാ വേണ്ടാന്ന് പറയാം? ഇങ്ങനെ ഞാൻ 1-2 ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. ഞാൻ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ പോകുന്ന ഈ ബസ് ഒരു ബസ്സല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ 10-60 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴത്തിന് നൂറുകണക്കിന് വാഹനങ്ങൾ എനിക്കെതിരെ വന്നു. ഞാൻ ശരിയായ ദിശയിൽ ശരിയായ രൂപത്തിൽ ഈ വാഹനം നിയന്ത്രിച്ച് കൊണ്ടുപോകണില്ല. ഞാൻ തെറ്റായ വഴിയിലൂടെയാണ് പോകണത്. ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മീറ്റർ പോലും എനിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്ന? ജീവിതം ഇത്ര ദുസ്സഹമാകും. ഇതാ കളവ് പറയാന്ന് പറഞ്ഞാൽ ഒരു നാവേ എനിക്കുള്ളൂ, എനിക്കൊരു കടയേ ഉള്ളൂ, അതിൽ 10-50 സാധനങ്ങളേ ഉള്ളൂ വിൽക്കാൻ വെച്ചിട്ട് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് സാധനങ്ങൾ നിത്യേന ഞാൻ ഇങ്ങോട്ട് വാങ്ങുകയാണ്. എല്ലാവരും കൃത്രിമം കാണിച്ചാൽ മനുഷ്യന്റെ ജീവിതം വഴിമുട്ടി പോകും. നിങ്ങൾക്ക് മുത്തക്കിയാകാൻ കഴിയില്ല. ഇതാണ് ചെറിയ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ ദൈവത്തിന്റെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ വളർച്ചക്കും നിങ്ങളുടെ നിലനിൽപ്പിനും ആധാരമായ ദൈവിക വ്യവസ്ഥിതിക്ക് നിങ്ങൾ വിധേയപ്പെടൂ. നിങ്ങൾ അതിന് വിധേയപ്പെടൂ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ നിസ്കരിക്കൂന്നല്ല. നിങ്ങൾ ഇന്നെ കാണാൻ മക്കത്തേക്ക് വരികയും ഞാൻ ആകെ ഇടങ്ങേറായിട്ടായിരിക്കണമെന്നല്ല. ഒരു പ്രവിശ്യയിലെ ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഈ തീർത്ഥാടനങ്ങൾ തന്നെ ബഹുദൈവ ആരാധനയുടെ ബാക്കി പത്രങ്ങളാ. ദൈവത്തെ തെരഞ്ഞു പോകേണ്ടതില്ല. ഒരു പ്രതിഷ്ഠ വെച്ചിട്ട് ആ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് യാത്ര പോയി അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഈ ബഹുദൈവ ആരാധനയിൽ നിന്നാണ് തീർത്ഥാടനങ്ങൾ തന്നെ വന്നത്. ഈ കേവല ആചാരാനുഷ്ഠാനങ്ങൾ എനിക്ക് തരുന്നല്ല അല്ല പറയണത്. നിങ്ങളുടെ തന്നെ റുബൂബിയത്ത്, നിങ്ങളുടെ തന്നെ വളർച്ചയ്ക്ക് നിദാനമാകുന്ന ദൈവികമായ നിയമങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെടൂ. ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് മൂത്രമൊഴിച്ചാൽ ആ മൂത്രമൊഴിക്കുന്ന ആൾക്ക് അത് അവിടെ സൂക്ഷിക്കേണ്ട മതപരമായ സൂക്ഷ്മതകൾ, ആചാരങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷയല്ല, ലോകത്ത് നിരപരാധികളും കുഞ്ഞുങ്ങളുമായ ആളുകളെ കൊന്നാ കിട്ടും. നോക്കി നിങ്ങൾ, ഞാനത് ഒന്ന് വിശദീകരിക്കാം. എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഞാൻ മൂത്രം ഒഴിച്ചിട്ട് അവസാനത്തെ തുള്ളി മൂത്രം ഒറ്റണീന്റെ മുമ്പ് എണീറ്റ് പോകാതിരിക്കാൻ പാടില്ല എന്നാണ് മതപരമായ ചടങ്ങ്. അങ്ങനെ എണീറ്റ് പോയാൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ ശാശ്വതമായ നരകമാണ്. എന്നാൽ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പിഞ്ചു പൈതങ്ങളെ കൊന്നാലോ അവർക്ക് നേരിട്ട് സ്വർഗമാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന ഒന്നും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കേവല ആചാരങ്ങളാകട്ടെ, എൻ്റെ അനുഷ്ഠാനങ്ങളാകട്ടെ, എൻ്റെ താടി നീട്ടലാകട്ടെ, എൻ്റെ പാൻറിൻ്റെ നീളമാകട്ടെ, എൻ്റെ രോമങ്ങളുടെ വലിപ്പങ്ങളാകട്ടെ, അതിൻ്റെ ചെറുപ്പങ്ങളാകട്ടെ, ഇത് ഏതായാലും ഇതൊന്നുമല്ല അള്ളാഹു ആവശ്യപ്പെടുന്ന ഇബാദത്ത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ പട്ടിണി കിടക്കണ്ട. ഇപ്പോഴത്തെ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മളെ ചുണ്ടുകളുടെ അനക്കം ശ്രദ്ധിക്കുന്ന അള്ളാഹു. ഇപ്പൊ ബസ്സിലൊക്കെ കയറിയ ഉസ്താദന്മാരാണ് ചുണ്ടിങ്ങനെ ഇളകിങ്ങാണ്ടിരിക്കും, വിരലിങ്ങനെ നിസ്കാരത്തിലാണ് ഇങ്ങനെ ഇളകിങ്ങാണ്ടിരിക്കും, താടി രോമം കിട്ട് ഏതുവരെ എത്തിയിട്ടുണ്ടാവും, പള്ളയുടെ താഴേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കേവല ചില അത് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ജീർണതകളാണെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അതിനേക്കാളും നല്ല ജീർണതകളുണ്ട്, എന്തെങ്കിലും യുക്തികളുണ്ട്. ഇപ്പൊ മഞ്ഞൾ തേച്ച എന്തൊക്കെ ആന്റിബയോട്ടിക് ആണെന്ന് പറയുന്നുണ്ട്. ചില നമ്മുടെ നാട്ടിലുള്ളതാണ്, ഒരു മതവിശ്വാസികളുടെയാണ്, അവരുടെ ഇതാണത്. ഇപ്പൊ ഈ റിലീജിയസ് റിവൈവലിസം ഉണ്ട്. ഇപ്പൊ അടുത്ത് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചയാണ് റിലീജിയസ് റിവൈവലിസം എന്ന് പറഞ്ഞാൽ ഓരോ ആചാരാനുഷ്ഠാനങ്ങളുടെയും ശാസ്ത്രീയത പറയാം.
സുജൂദിന്റെ ശാസ്ത്രീയത രക്തം ഒഴുകിയിട്ട് ബുദ്ധി കൂടുന്നത്. താടി നീട്ടുന്നത് എന്താണെന്ന് ബ്ലേഡ് വെച്ചിട്ട് അസുഖങ്ങൾ വരാതിരിക്കാൻ. ഇങ്ങനെ നിരവധി ഉണ്ട്, അങ്ങനെ പലതുണ്ട്. റിലീജിയസ് റിവൈവലിസം, അതിനൊക്കെ യുക്തി കണ്ടെത്തുക. ഞാൻ പറഞ്ഞ അങ്ങനെ നിങ്ങളുടെ ഈ അറബികളുടെ ഈ റിലീജിയസിന് നിങ്ങൾ യുക്തി കണ്ടെത്തി അത് സ്വീകരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ ജനിച്ച ഈ നാട്ടിലെ ആചാരങ്ങൾക്ക് അതിനേക്കാൾ യുക്തിയുണ്ട്. ചന്ദനക്കുറി തൊടുമ്പോൾ അതിലെന്തൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തുളസി ഇവിടെ വെക്കുമ്പോൾ അതിലെന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്, മഞ്ഞൾ തെളിക്കുമ്പോൾ അതിലെന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്, ചാണകം കൊണ്ട് മുറ്റം അടിക്കുമ്പോൾ അതിൽ ശാസ്ത്രീയത ഒരുപാടുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അറബികളുടെ ഈ ശാസ്ത്രീയതയേക്കാൾ കൂടുതൽ അങ്ങനെ ജീർണതകൾ എടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ തന്നെ അതിനേക്കാൾ നല്ലതുണ്ട്. എന്നാ ഇതെടുക്കുക നല്ലത്, അതിനേക്കാൾ നല്ലത് ഇതാണ്. ഇപ്പൊ വിഗ്രഹം എന്തിനാണ്? ഏകാഗ്രത കിട്ടാൻ. അപ്പൊ അതിനേക്കാൾ ഈ അറബികളുടെ മതപരമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമുള്ള യുക്തികളെക്കാളും അതിൻ്റെ ശാസ്ത്രീയതയെക്കാളും കൂടുതൽ നമ്മൾ ജനിച്ച, നമ്മൾ ഈ വായു ശ്വസിക്കുന്ന, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്, ഇവിടുത്തെ വായുവോ ശ്വസിക്കുന്നത്, ഇവിടുത്തെ ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. ആ നമുക്ക് ഇതിനേക്കാൾ ശാസ്ത്രീയത പറയാൻ പറ്റുന്ന ആചാരങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ പറയണത് ഇല്ലേ? ഈ ചന്ദനക്കുറിക്ക് എന്തൊക്കെ പറയണ്ടേ? ഇവിടെ ഭയങ്കര കേന്ദ്ര ബിന്ദുവാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ. അപ്പൊ ഇവിടെ നല്ല ഈ ചന്ദനവും അതിന്റെ മണവും ഇങ്ങനെ അടിക്കുമ്പോൾ ബുദ്ധി കൂടും. ആലുമരത്തിന്റെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആലുമരത്തിന്റെ മുന്നിൽ പോയ അത് ശുദ്ധമായ വായു ഇഷ്ടം പോലെ പ്രസരിക്കുന്ന ഒരു വൃക്ഷമാണ്. അതിന്റെ ചുവട്ടിൽ പോയി ധ്യാനിച്ചു നിന്നാൽ ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയും. ഇങ്ങനെ നിരവധി ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇത്രയൊന്നും ഗുണങ്ങളെ ഇവർ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കില്ല. അപ്പോൾ അള്ളാഹുവിന് റബ്ബിന് വണങ്ങൂ എന്ന് പറയുന്നത്, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ വണങ്ങൂ എന്ന് പറയുന്നത് ഇത്തരം ചില കേവല ആചാരാനുഷ്ഠാനങ്ങൾ അള്ളാഹുവിന് അർപ്പിക്കൂ എന്നല്ല. അതിന് നിങ്ങളുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായ ദൈവികമായ നിയമങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കൂ, വിധേയരായി കഴിയൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് റബ്ബിന് വഴിപ്പെടൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി ഞാൻ ഒന്നുകൂടി വായിക്കാം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദു, അബദ യഅ്ബുദു, അതിന്റെ അമ്രാണ് ഉഅ്ബുദു, നിങ്ങൾ വണങ്ങുക, വിധേയപ്പെടുക. റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന്. അതാണ് റബ്ബ് എന്ന് പറയുന്നത്. അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ റബ്ബേ ഉള്ളൂ. ആ റബ്ബ്, ആ റുബൂബിയത്തിന് നിങ്ങൾ കീഴ്പ്പെടണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ രൂപപ്പെടുത്തിയ, നിങ്ങളെ സാംസ്കാരികമായി രൂപപ്പെടുത്തിയ ആ അള്ളാഹുവിന്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സാംസ്കാരികമായി രൂപപ്പെടുത്തിയ ആ അള്ളാഹുവിനാണ് നിങ്ങൾ വിധേയപ്പെടേണ്ടത്. അവന്റെ നിയമസംഹിതകൾക്കാണ് നിങ്ങൾ കീഴ്പ്പെടേണ്ടത്, കീഴൊതുങ്ങി ജീവിക്കേണ്ടത്. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പൊ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി ഇതിന് വിധേയപ്പെട്ട് ജീവിക്കാനാണ് അള്ളാഹു പറയുന്നത്. അതാണ് ഖുർആനിന് 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചത്. ഒന്ന്, മനുഷ്യരാശിയോട് ഖുർആനിന് പക്ഷപാതരഹിതമായ സമീപനമില്ല എന്നുള്ളതാണ്. അത് അത്യുന്നതങ്ങളായ ആശയങ്ങളാണ് ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത്. അതിൻ്റെ തത്വശാസ്ത്രങ്ങൾ ഖുർആനില്ലാത്ത മറ്റു പല തത്വശാസ്ത്രങ്ങളും പലപ്പോഴും പക്ഷപാതപരമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഖുർആൻ അതിൽ നിന്ന് മാറി പക്ഷപാതരഹിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു, കാണുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത്, അല്ലദീ ജഅല ലക്കുമുൽ അർള, നിങ്ങൾക്ക് ഭൂമിയെ അവൻ ഫിറാശൻ, ഒരു വിരിപ്പാക്കിയിട്ട്, വസമാ, ആകാശത്തെ ബിനാഅൻ, ഒരു എടുപ്പായും, വഅൻസല മിനസ്സമായി മാഅൻ, ഉപരിഭാഗത്തിന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നും, അങ്ങനെ നിങ്ങൾക്ക് ഫലങ്ങൾ മുളപ്പിച്ചു തന്നും ആ അള്ളാഹുവിന്. ഇവിടെ കുറച്ച് വിശദീകരിക്കേണ്ടത്, ഇവിടെ ഒരു പുതിയ ഭൂമിയെ വിധാനിക്കുകയാണ് അള്ളാഹു. പുതിയൊരു ആകാശമാണ് അള്ളാഹുയോടെ സംവിധാനിക്കണം. അതാണ്
ഉന്നതമായ ആശയങ്ങളാണ് അസമാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ആകാശമല്ല. നിങ്ങൾക്ക് നിൽക്കാൻ ഒരു ഭൂമിക, അതാണ് ആദ്യം ഭൂമികയാണ് ഒരുക്കേണ്ടത്. ആ ഭൂമിക ഒരുക്കിയ ശേഷമാണ് ഇവനെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അത്യുന്നതമായ ആശയം അവൻ സജ്ജീകരിക്കുന്നത്. അത് 29-ാമത്തെ വചനത്തിൽ ഇത് ഒന്നുകൂടി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ആശയം മനുഷ്യനെ കാലുറപ്പിക്കാനുള്ള ഭൂമികയാണ് ആദ്യം അള്ളാഹു സജ്ജമാക്കുന്നത്. ഭൂമിക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയല്ല പറയണത്. അതും ആകാം, അല്ലാന്നല്ല പറയണത്. പക്ഷേ അതിനേക്കാളും വിശാലമായ ഒരു അർത്ഥത്തിലേക്കാണ് ഖുർആൻ അർള് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. താഴെ തട്ടിലുള്ള അവസ്ഥ അതാണല്ലോ. ജന്നത്തിൽ നിന്നും ആദം ഇറങ്ങി വന്നത് അർളിലേക്കാ. ആദം ആദ്യം സ്വർഗത്തിലായിരുന്നു. ഇനി ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ആദം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആദ്യം സ്വർഗത്തിലായിരുന്നു. അതാണ് ജന്നത്ത്. ആ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു അല്ലാഹു. താഴേക്ക് ഇറക്കി വിട്ടു. ആ താഴേക്ക് ഇറക്കി വിട്ട മനുഷ്യനെ ഇനി തിരിച്ചവനെ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആ മാർഗനിർദ്ദേശങ്ങളെ നിങ്ങൾ പിന്തുടരണം എന്നാണ് അള്ളാഹു പറയുന്നത്. അർള് എന്നുള്ളത് ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ്. ഇനി കൂടുതൽ അത് വിശദീകരിക്കണില്ല. അർള് എന്ന് പറയുന്നത് മനുഷ്യന് നിലനിൽക്കാനുള്ള ഒരു ആശയപരമായ ഭൂമികയാണ് അർള് എന്നുള്ളത്. അത് താഴെത്തട്ടിലുള്ള ആശയങ്ങൾ, അതിൻ്റെ ഉന്നതമായ ആശയങ്ങളാണ് സമ എന്നുള്ളത്. അത് മനുഷ്യന്റെ കെട്ടുറപ്പിനുള്ള ആശയങ്ങളുമാണ്. ഇത് രണ്ടും അള്ളാഹു സംവിധാനിച്ചിട്ട് അവൻ നിങ്ങൾക്ക് ഉപരിഭാഗത്ത് നിന്ന് ഒരു ജലം ഇറക്കി തരികയും ചെയ്തു. ഉന്നതമായ ഒരു ജലം അവൻ നിങ്ങൾക്ക് ഇറക്കി തരികയും ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് പ്രവർത്തനങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കി തരികയും ചെയ്തു. അതുകൊണ്ട് അങ്ങനത്തെ ഈ അള്ളാഹുവിന് പുറമെ നിങ്ങൾ അള്ളാഹുവിനെ അങ്ങനത്തെ ഈ അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. വഹന്തും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. ഇവിടെ ഞാൻ ഇദാ സുൽസിലത്തിൽ അർള് വിശദീകരിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു താഴെ തട്ടിലുള്ള ഒരു ജനതയെ കുറിച്ചാണ് അവിടെ അർള് എന്ന് പറഞ്ഞത്, അല്ലേ? ഒരു ജനത സിൽസാലായാൽ എന്ന് പറഞ്ഞാൽ, ഒരു ഭൂമി ഇളകിയാൽ എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിലെ ജനങ്ങളാണ് ഇളകി വരുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എവിടെ ഒരു സീഡ് കണ്ടാണ് അവിടെ ഒരു ജനം ഇളകിയാൽ എന്ന് പറഞ്ഞാൽ, ഇന്നൊന്നും അത് കൂടുതൽ വിശദീകരണത്തിൽ നിന്ന് ആ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോണുള്ളൂ. ഒരു ഭൂമി ഇളകി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിലെ ജനങ്ങളാണ് ഇളകുന്നത്. ഇന്നത്തെ വ്യാഖ്യാനം അതല്ല. ഇന്നത്തെ വ്യാഖ്യാനം അന്ത്യനാളിൽ ഭൂമി കുലുങ്ങിയാലിനാ, ഭൂമിക്കുള്ളിലെ വസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് കിട്ടാൽ എന്നുള്ള രൂപത്തിലാണ് ഇന്നത്തെ വിശദീകരണം. നമ്മൾ പറയുന്നതല്ല. ഭൂമി ഇളകുക എന്ന് പറഞ്ഞാൽ, ഒരു നാട് ഇളകുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളാണ് ഇളകുന്നത്. അതാണ് ഇദാ സുൽസിലത്തിൽ അർളു. ഒരു നാട് ഇളകിയാൽ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ ഇളകിയാൽ, അഖ്റജത്തിൽ അർളു അസ്കാലഹ, ആ നാട് അവരുടെ ഭാരങ്ങൾ മുഴുവൻ പുറത്തിട്ടാൽ എന്ന് പറഞ്ഞാൽ ആ ജനത അതുവരെ സഹിച്ചിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും മുഴുവൻ അവര് എടുത്തു പുറത്തേക്കെറിയാൻ ഇനി ഇത് സഹിക്കാൻ വയ്യ. ഇത് കണ്ടു നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലെയും മറ്റു പ്രദേശങ്ങളിലെയും ജനങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ആ ഭൂമിക്ക്, എന്താണ് ആ നാടിന് പറ്റിയിരിക്കുന്നത് എന്നുള്ളത്. എന്താണ് ആ നാടിന് പറ്റിയിരിക്കുന്നത്? ഇന്നലെ വരെ ശാന്തമായി കഴിഞ്ഞിരുന്ന, അടിമകളെപ്പോലെ ജോലിയെടുത്ത് കഴിഞ്ഞിരുന്ന ആ ജനതയ്ക്ക് ഇന്നിപ്പോ എന്തു പറ്റിയിരിക്കുകയാണ്? ആ നാടിന് എന്തു പറ്റിയിരിക്കുകയാണ്? ഒന്നും പറ്റിയിരിക്കുകയല്ല. നിന്റെ രക്ഷിതാവിന്റെ സന്ദേശം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സത്യത്തെക്കുറിച്ച് ബോധ്യം വന്നു, ധർമ്മത്തെക്കുറിച്ച് ബോധ്യം വന്നു, അവരനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നു, അതവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെതിരിൽ അവർ ഇളകി വശായിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ ആശയങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യനെ അഖലദഹു ഇലൽ അർളി എന്ന് ഖുർആൻ പറഞ്ഞു. അവനെ അർളിലേക്ക് താഴ്ത്തും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവനെ ഭൂമിയിലേക്ക് താഴെ ആഴ്ത്തിക്കളയും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം.
മറിച്ച് അവൻ സാംസ്കാരികമായി വൈജ്ഞാനികമായി അറിവിന്റെ രംഗങ്ങളിൽ ഏതേത് മേഖലകളിലുണ്ടോ ആ രംഗത്തൊക്കെ സത്യത്തിന്റെ കാര്യത്തിൽ, നീതിയുടെ കാര്യത്തിൽ, ധർമ്മത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിലൊക്കെ അവൻ താഴേത്തട്ടിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അറിവ്, അപ്പൊ അറിവിനെ വിശദീകരിക്കണം. ഇത് നിരവധി വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു വചനാണിത്. ഖുർആൻ പറഞ്ഞു വലവു അന്ന ഖുർആനൻ സുയ്യിറത്തു ബിഹിൽ ജിബാലു, ഒരു ഖുർആൻ കൊണ്ട് മലകളെ നീക്കം ചെയ്യപ്പെടും. ഔ കുത്തിയത്ത് ബിഹിൽ അർളു, അല്ലെങ്കിൽ ഒരു ഭൂമിയെ പിളർത്തും. ഭൂമി പിളരെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജനത സത്യത്തിന്റെയും അസത്യത്തിന്റെയും രണ്ട് പാർട്ടായിട്ട് പിളരും, ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും. എന്നോട് ചോദിച്ചു മനുഷ്യന് ഏറ്റുമുട്ടണ്ടെന്ന് ചോദിച്ചു. ഏറ്റുമുട്ടണം മനുഷ്യൻ, പക്ഷേ മനുഷ്യൻ നീതിയോട്, തിന്മയോടാണ് മനുഷ്യൻ ഏറ്റുമുട്ടാനുള്ളത്. മനുഷ്യന് തിന്മയോടാണ് ഏറ്റുമുട്ടാനുള്ളത്, നന്മ തിന്മയോടാണ് ഏറ്റുമുട്ടാനുള്ളൂ. തിന്മയുടെ സമൂഹത്തോട് നന്മയുടെ സമൂഹത്തിനെ ഏറ്റുമുട്ടാനുള്ളൂ. അത് രാഷ്ട്രാന്തരീയ തലത്തിലാണെങ്കിലും ശരി, തിന്മയുടെ രാജ്യങ്ങളോടും രാഷ്ട്രങ്ങളോടും നന്മയുടെ രാഷ്ട്രങ്ങൾക്കും അതേ ഏറ്റുമുട്ടാനുള്ളൂ. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയോടുള്ള ഏറ്റുമുട്ടലേ ഖുർആനിലുള്ളൂ. അവന്റെ കായികം, അവന്റെ ശാരീരികമായി ഇല്ലാതാക്കൽ ഖുർആനിന്റെ ലക്ഷ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, പ്രവാചകന്മാരെ അല്ല വിടേണ്ടിയിരുന്നത്? അക്രമികളും പോക്കിരികളും തെമ്മാടികളും സംഘർഷങ്ങളിലും കഴിഞ്ഞിരുന്ന ജനങ്ങളിലേക്ക് ദൈവദൂതന്മാരെ വിട്ടത്, വേദങ്ങൾ കൊണ്ട് വിട്ടത് അവരെ നേരാക്കിയെടുക്കാനാ? അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കാനാണെങ്കിൽ ഒരു കൊലയാളിയെ വിടേണ്ടത്, വാളും കൊടുത്തിട്ട് വേദം കൊടുത്തിട്ടല്ല വിടേണ്ടത്. അവരെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ കുത്തിയത്തതിഹില്ല അർമ്മ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പിളർത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അവിടെ പിളരുന്നത്. അതാണ് ജനതയാണ് അവിടെ രണ്ടായി പിളരുന്നത്. ഔ കുല്ലിമ ബിഹിൽ മൗത്ത, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് മരിച്ച ആളുകൾ ഖുർആൻ കൊണ്ട് സംസാരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അതും നേരത്തെ ഒന്നാമത്തെ ആദ്യ സെഷനിൽ കേട്ട ആ പ്രസംഗത്തിന്റെ ബാക്കി തന്നെയാണിത്. നിർജീവമായ മനുഷ്യർക്കാണ് ജീവൻ കൊടുക്കുന്നത് ഈ ഖുർആൻ. അതാണ് വലവു അന്ന ഖുർആനൻ, ഒരു ഖുർആൻ ഒരു വായന കൊണ്ട് ഒരിക്കലും നീങ്ങാത്ത അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അജ്ഞതയിലും പർവ്വതങ്ങളെ ഉറച്ച പർവ്വതങ്ങളെ വരെ നീക്കാൻ കഴിയുമെങ്കിൽ, ജനതകളെ സത്യത്തിന്റെയും അസത്യത്തിന്റെയും രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അതാണ് അറിവ്. അല്ലെങ്കിൽ നിർജീവമായ ജനസമൂഹങ്ങൾക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും അവർക്കൊരു പുതുജീവനും കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ വായനയാണ് വേണ്ടത്, അങ്ങനെയാണ് വായിക്കപ്പെടേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും അർള് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതാ പറയുന്നത്, ഖുർആനിൽ പറഞ്ഞ അർള് എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിലനിൽക്കാൻ ഒരു ഭൂമികയാണ്. ആ ഭൂമികയിൽ നിലനിന്നുകൊണ്ട് അവന് എത്തിപ്പിടിക്കാനുള്ള അവന്റെ കെട്ടുറപ്പിനുള്ള ഉന്നതമായ മൂല്യങ്ങളും ആശയങ്ങളും നിങ്ങൾക്ക് സജ്ജീകരിച്ചു തന്നവൻ ആരോ? ആ അള്ളാഹു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ജലം ഇറക്കി തന്ന അള്ളാഹു, അവൻ ആരോ? ആ അള്ളാഹു. അതാണ് അള്ളാഹു എന്ന് പറയുമ്പോ ഇങ്ങനത്തെ ഈ ഗുണങ്ങളിലൂടെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ കോഴിക്കോട് പ്രസംഗിച്ചപ്പോ കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, ഓരോ വചനങ്ങളും അവസാനിക്കുമ്പോ അള്ളാഹു ആരാന്ന് അവിടെ അവസാനിപ്പിക്കും. ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് പറഞ്ഞിട്ടാക്കാറ്. അപ്പൊ അള്ളാഹു അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് അതാണ്. ഒരു യുക്തിജ്ഞാനവും ഒരു തത്വജ്ഞാനവും വിശദീകരിച്ചു കൊണ്ട് ഒരു വചനം പറയുകയാണെങ്കിൽ ആ വചനം അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ ഹക്കീമുൻ അസീസ് എന്ന് പറഞ്ഞ അള്ളാഹു യുക്തിമാനാണ്. അപ്പൊ അള്ളാഹു യുക്തിമാനാണ്. അള്ളാഹു രഹസ്യങ്ങൾ ഓരോന്നും പറയരുതെന്നും നിങ്ങൾ പറയുന്ന രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ എനിക്കറിയാമെന്നും പറയുന്ന ഒരു വചനം വിശദീകരിച്ചുകൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നതെങ്കിൽ അപ്പോൾ അള്ളാഹു ഇന്നല്ലാഹ സമീഉം ബസീർ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കാം. അതാണ് അപ്പോൾ അള്ളാഹു അതാണ്. ധനം ചിലവഴിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കണം, നിങ്ങളുടെ കയ്യിലുള്ളത് ചിലവഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരായത്ത് അവസാനിപ്പിക്കുന്നതെങ്കിൽ ആ ആയത്ത് അവസാനിപ്പിക്കുക ഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് എന്ന് പറഞ്ഞിട്ടാ അവസാനിപ്പിക്കുക. അള്ളാഹു പണക്കാരനാണ്.
അപ്പൊ അള്ള ആരാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെയാണ് അള്ളാഹു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുണ്ടോ. അങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇനി ഖുർആൻ ഓതുമ്പോൾ നോക്കിയാൽ മതി. ധനം കൊടുക്കൂ, നിങ്ങൾ ധനം കൊടുത്താൽ ദരിദ്രരാകൂല, നിങ്ങൾക്കത് ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് പറയാം. ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ധനം ചിലവഴിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്ന രംഗത്തിലൊക്കെ അള്ളാഹു വനിയാന്നാ പറയാം. അള്ളാഹു പണക്കാരനാണ് ചില. അപ്പൊ അവിടുത്തെ അള്ളാഹു പണക്കാരനാണ്. നേരെ മറിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും അതിന്റെ ഘടനയും അതിന്റെ രൂപഘടനയും ഒക്കെ പറഞ്ഞതിന് ശേഷം ഒരു ആയത്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ടാ അവിടെ അള്ളാഹു ഖദീറാണ്. ഒരു വിജ്ഞാനത്തെയും ഒരു അറിവിനെയും അറിവ് പ്രദാനിക്കേണ്ടതിൻ്റെയും അതിന്റെ ആവശ്യകതയും വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞാൽ പിന്നീട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുക ഇന്നല്ലാഹ റഹീമുൻ ഗഫൂറുൻ റഹീം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത് വിജ്ഞാനം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ റഹ്മത്താണ്. അപ്പൊ അള്ളാഹു റഹീമാണ്. അപ്പൊ അള്ളാഹു ആരാണ്? അള്ളാഹു ഇതൊക്കെയാണ് അള്ളാഹു. ഈ പറയുന്ന ഗുണങ്ങളൊക്കെയാണ് അള്ളാഹു. അപ്പോ അള്ളാഹു എന്ന് പറയുന്ന ഒന്നിനെ ഒരു വിഷയത്തിൽ ഒതുക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഉദാഹരണങ്ങൾ തന്നെ ഭയങ്കര ഉദാഹരണങ്ങളാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഒരു ധാന്യമണിയോട് ഉപമിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു? ധനം ചിലവഴിക്കുന്ന ആളുകളുടെ ഉപമ ഒരു ധാന്യമണി പോലെയാണ്, ഒരു രത്നം പോലെയാണെന്ന് പറഞ്ഞില്ല. രത്നം എന്ന് പറയുന്നത് അത് ഉൽപാദനമില്ലല്ലോ. ഒരു ധാന്യമണി എന്ന് പറയുന്നത് ധാന്യമണി പോലെയാണ് ദൈവമാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകളുടെ ഉപമ. ആ ധാന്യമണി 7,000 700 7,000 അതിന്റെ ഇഷ്ടം പോലെ അതിന്റെ ഫലങ്ങൾ ലോകത്തിങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ഉദാഹരണം അള്ളാഹു ഉദാഹരിക്കുന്നിടത്ത് വരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉദാഹരിച്ചിട്ടുള്ളത്. അതാണ് ഖുർആനിന്റെ ഒരു മാസ്മരികത എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് തോന്നുക ദൈവമാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകളുടെ ഒരു ഉപമ ഒരു രത്നം പോലെയാണെന്ന് പറഞ്ഞാൽ ആ രത്നം അതോടുകൂടി തീർന്നു. അതിന്റെ തിളക്കം എപ്പോൾ അവസാനിപ്പിക്കുന്നു അതോടുകൂടി അതിന്റെ മേന്മ കുറഞ്ഞു. പക്ഷെ ഒരു ധാന്യമണി അതാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആഖിറത്തെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതാണ്. ആഖിറത്തിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഉപമ വളരെ സിമ്പിളായിട്ട് ഒരിക്കൽ പറഞ്ഞു ഒരാള്. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മനുഷ്യൻ ഈ ധാന്യമണിയൊക്കെ പാടെടുത്തിട്ട് വിത്തിനെടുത്തേച്ച ഈ ധാന്യമണിയൊക്കെ മുഴുവൻ എടുത്തിട്ട് അവൻ നെയ്ച്ചോറോ തേങ്ങാച്ചോറോ ബിരിയാണിയോ വെച്ച് തിന്നും. നേരെ മറിച്ച് ആഖിറത്തെ കുറിച്ച് ചിന്തയും വിചാരവും ധാരണയുമുള്ള മനുഷ്യൻ അത് വിത്തുപാകും. അതിൽ നിന്ന് 1000 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഇരട്ടി അവൻ ഉൽപ്പാദിപ്പിക്കും. അവന് ഒരു ബിരിയാണി അല്ല 1000 ബിരിയാണി വെച്ചാലും പിന്നെയും ലോകത്തിന് വേണ്ട വിഭവം ബാക്കിയാക്കാരം. അത് എന്താ നല്ല ഉദാഹരണം? ഇതിനേക്കാൾ നല്ല ഉദാഹരണം ഇനി എന്താ അള്ളാഹുവിന് പറയാൻ കഴിയാന്ന് എനിക്കറിയില്ല. അതാണ് ഇത് 1000 അല്ല 10,000 അല്ല ഇങ്ങനെ മടങ്ങ് യഥേഷ്ടം മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ധാന്യമണിയുടെ ഉപമയാണ് ഖുർആൻ മുന്നോട്ട് വെച്ചത്. എത്ര ചെലവഴിക്കും? അപ്പൊ ഈ ലോകം ഞാൻ അങ്ങനെ ചിന്തിച്ചു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാഹനങ്ങളാ ലോകത്ത്. അള്ളാഹിന്റെ ഖജാന എത്രയാണ്? അള്ളാഹുവിന്റെ ഖജനാവ് എത്രയാണ്? എവിടെയായിരുന്നു ഈ വാഹനങ്ങളുടെയൊക്കെ അസംസ്കൃത വസ്തുക്കൾ എവിടെയായിരുന്നു ഇതൊക്കെ? ഇന്ന് ലോകത്ത് കോടാനുകോടി വാഹനങ്ങൾ എത്രായിരം ബിൽഡിങ്ങുകളാണ്, എത്ര കോടി ഇരുമ്പാണ്. ഈ ഇരുമ്പൊക്കെ ലോകത്തിന്റെ എവിടെയായിരുന്നു? എന്നിട്ട് ഈ വിഭവം തീരുന്നുണ്ടോ? വിഭവം തീരുന്നില്ലല്ലോ. അള്ളാഹു വനിയാണ്, അള്ളാഹു പണക്കാരനാണ്. ചെലവഴിക്കൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പണക്കാരനാണ് എന്ന് പറഞ്ഞ ഈ ആയത്തന്നെ ഞാൻ ആലോചിച്ചിട്ട് തളർന്നിരുന്നു. ഈ ലോകത്തിന്റെ വിഭവം എത്രയാണ്? എത്രായിരം കോടി വാഹനങ്ങളാണ് ലോകത്ത്. എന്നിട്ട് ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ തീർന്നിക്കണോ? എവിടുന്നാ ഇത് വരുന്നത്? എത്രായിരം കോടി ടൺ ഇരുമ്പുകളാണ് ലോകത്തെ ഈ ബിൽഡിങ്ങുകളായിട്ട് ഉയർന്നിട്ടുള്ളത്. എവിടുന്നാണ്? അപ്പൊ എവിടെ നിന്നാണ് ഇത് തീരുക? ഇതാ പറഞ്ഞത് അള്ളാഹു വനിയാണ് മക്കളെ, നിങ്ങൾ കൊടുത്തോളും തീരൂല. അള്ള പണക്കാരനാണ്. നിങ്ങൾ ഈ മനുഷ്യന്റെ വിചാരം ഇത് കൊടുത്താൽ കഴിയുന്നതാണ്.
മനുഷ്യന്റെ വിചാരം ഇതിപ്പോ ഞാനാണ് കൊടുത്ത, എന്നിട്ട് ഇവനെന്നെ ഇത് അനുഭവിക്കാൻ കഴിയാതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതിന്ന് ഒരു പൈസ പോലും ഇവൻ അനുഭവിക്കാൻ കഴിയാതെ അതാ കിടക്കണു, അറ്റാക്കായിട്ട് അതാ കിടക്കണു. പിന്നെ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നടന്ന സ്വേച്ഛാധിപതികളൊക്കെ അതാ കിടക്കണു, ഒന്നുമില്ലാതെ, എനിക്കൊന്നും വേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ചെലവഴിച്ചോളൂ, അള്ള പണക്കാരനാണ്. മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ എന്ന് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹു ഗനിയ്യുൻ ഹമീദ് എന്ന് പറഞ്ഞിട്ടാ. കമസലി ഹബ്ബത്തിൻ 58 ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നത്, ഖുർആൻ ഒരു ഭൂമികയാണ് ആദ്യം ഒരുക്കിയത്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെയാണ്, അങ്ങനെയാണല്ലോ. നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങളാണ് ആദ്യമുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ പറയല്ലോ, ഒരു പുതിയ ഭൂമി, ഒരു പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയതിപ്പോ, അതായത് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ആദ്യം ഒരുക്കി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് റഹ്മാനിയത്താണ്. അതെന്ന് ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ, ഈ ഖുർആൻ തുടങ്ങിയ ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മാനിയത്താണത്. അത് ഇവിടെ ഭൂമിക തയ്യാറാക്കുകയാണ്. ഭൂമിക തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ, ഒരു മൃഗതുല്യമായി ജീവിക്കാൻ ആവശ്യമായ ഭൂമികയാണ് ആദ്യം അള്ളാഹു ഇവിടെ സജ്ജീകരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ റഹ്മാനിയത്താണ്. അതിവിടെ എല്ലാ മനുഷ്യനും ഉണ്ട്. ഹിന്ദുവിനുണ്ട്, മുസ്ലിമിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ട്. അതിന് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1,00,000 കൊല്ലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം, 1 കോടി കൊല്ലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. അതിനുള്ള ഭൂമിക അള്ളാഹു ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ട ഭൂമിക അള്ളാഹു ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ വായു, വെള്ളം, ഇവന് നിലനിൽക്കാനുള്ള ഭക്ഷണം, കിഴങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയുടെ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ട് ആദിവാസികളെ പോലെ 1 കോടി കൊല്ലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം, പ്രശ്നമില്ല. അതിനുള്ള സജ്ജീകരണങ്ങൾ ആദ്യം അള്ളാഹു ഇവിടെ രൂപപ്പെടുത്തി. എന്നിട്ടാണ് പിന്നീട് ഇവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇവന്റെ കെട്ടുറപ്പിന് വേണ്ട ഉന്നതമായ മൂല്യങ്ങൾ അവൻ രൂപകൽപ്പന നൽകുന്നത്. ഈ ഉന്നതമായ മൂല്യങ്ങൾ, അതാണ് സമാഹ്. ഈ ഉന്നതമായ മൂല്യങ്ങൾ അവൻ രൂപകൽപ്പന നൽകി. ഈ ഉന്നതമായ മൂല്യങ്ങൾ അവന് രൂപകൽപ്പന നൽകിയിട്ട് അവനെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാൽ അവൻ അള്ളാഹുവിന്റെ റഹീമിയത്ത്, അവന്റെ കാരുണ്യം പ്രവർത്തിച്ചാൽ കിട്ടുന്ന അവന്റെ കാരുണ്യം അവന് കിട്ടും. ഈ 2 രൂപത്തിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത്, ഈ ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ്. അല്ലാതെ നമ്മളിപ്പോ നിലകൊള്ളുന്ന ഭൂമിയും, നമ്മളിപ്പോ വീട് കെട്ടി താമസിക്കുന്ന ഭൂമിയും, നമ്മളിപ്പോ ഈ മോളി കാണുന്ന ആകാശവും അല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ചുരുക്കതാണ്, ആശയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിലനിൽക്കാൻ ഒരു ഫൗണ്ടേഷൻ, ആശയപരമായ ഫൗണ്ടേഷൻ, അതാണ് അർള്. ഉയർന്നു പോകാൻ നമ്മുടെ കെട്ടുറപ്പിനും ഭദ്രതക്കും, കെട്ടുറപ്പിനും ഭദ്രതക്കും വേണ്ട ഉന്നതമായ മൂല്യങ്ങളും, ഇത് 2ഉം മനുഷ്യന് കൊടുത്തതാണ്, മറ്റു മൃഗങ്ങൾക്കില്ലാത്തതാണ് ഉന്നതമായ മൂല്യങ്ങൾ. ഇതും എന്നിട്ട് നിങ്ങൾക്കൊരു വെള്ളവും ഇറക്കി തന്നു. ഈ ഇറക്കുക എന്ന് പറയുന്നത് എവിടെ? അതും ഞാൻ പറഞ്ഞു, മുഹമ്മദിന്റെ മനസ്സിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എതിർപ്പായി. മുഹമ്മദ് അപ്പോ ജനങ്ങളെ വഞ്ചിക്കല്ല ചെയ്തത്, മൂപ്പരുടെ മനസ്സിൽ സ്വയം തോന്നിയ ചിന്തകൾ ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കല്ലേ മുഹമ്മദ് അപ്പ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് പണ്ടൂർ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, അത് വഞ്ചനയല്ല, അതാണ് സത്യസന്ധത. അതാണ് മനുഷ്യന്റെ സത്യസന്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനേക്കാളും വലിയ സത്യസന്ധതമായി മുഹമ്മദിന് ഇനി പറയാൻ വേറെ ഇല്ല. എന്റേതല്ല, ഇത് ദൈവികമാണ്. ഇതെന്റേതല്ല, ഇത് ദൈവികമാണെന്ന് പറയലാണ് സത്യസന്ധതയിൽ വെച്ച് ഏറ്റവും വലിയ മാതൃക. ഇതിനേക്കാൾ അപ്പുറം ഇനി സത്യസന്ധതയ്ക്ക് മുഹമ്മദിനേക്കാളും വലിയൊരു മാതൃക വേറില്ല. മൂപ്പര് പറഞ്ഞില്ല ഇത് എന്റേതാണെന്ന് പറഞ്ഞില്ല. കാരണം എനിക്കറിയാം, അത് ഞാൻ കഴിഞ്ഞ തരുവാണ്, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അവിടെ എനിക്കെന്താ പാർട്ട്, നമുക്കെന്താ പാർട്ട്? എനിക്കൊരു സന്തതി ഉണ്ടായാൽ നമുക്കെന്തായാലുള്ളത് റോള്?
നമുക്കതിൽ റോളുണ്ടെങ്കിൽ നമ്മളൊരു ആൺകുട്ടിയെ ജനിപ്പിക്കും, അവന് ബുദ്ധിമാനായിട്ട് ജനിപ്പിക്കും, സുമുഖവനായിട്ട് ജനിപ്പിക്കും, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ജനിപ്പിക്കും, അവൻ ലോകം കീഴടക്കാൻ മാത്രമുള്ള ബുദ്ധിവൈഭവമുള്ളവനായിട്ട് നമ്മൾ അവനെ ജനിപ്പിക്കും. എന്ത് റോളാണ് നമുക്ക് അവിടെ ഉള്ളത്? എന്ത് റോളാണുള്ളത് പറയും? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു, ആദ്യം പറഞ്ഞാൽ നമുക്ക് പറയാം ബഷീർ തന്ന ചോറാണെന്ന് പറയാം. നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം എന്റെ കാശ് കൊടുത്തിട്ട് കിട്ടിയതാണെന്ന് പറയാം. പിന്നെ ഇതിന്റെയൊക്കെ സ്രോതസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചമാണ്, ഈ പ്രകൃതിയിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ആത്യന്തികമായി ഇതിന്റെ പിന്നോട്ട് പോയി അങ്ങനെ പിന്നോട്ട് പോയാൽ ആത്യന്തികമായി അവസാനം ചെന്നെത്തുക ഈ പ്രകൃതിയിലേക്കാണ്, ഈ പ്രപഞ്ചത്തിലേക്കാണ്, അല്ലേ? അവിടേക്കാ എത്തുക. ഇത് മൂർത്തമായ വസ്തുവിന്റെ ഉദാഹരണം. നമ്മുടെ കുട്ടി മൂർത്തമാണ്, നാം കഴിച്ച ഭക്ഷണവും മൂർത്തമാണ്. പക്ഷേ അമൂർത്തമാണ് നമ്മുടെ ചിന്ത, അമൂർത്തമാണ് നമ്മുടെ അറിവ്, അമൂർത്തമാണ് നമ്മുടെ ഭാവനകൾ, അമൂർത്തമാണ് നമ്മുടെ വീക്ഷണങ്ങൾ, അമൂർത്തമാണ്. ഈ അമൂർത്തമായ ഈ വസ്തുവിന്റെ, ഈ പ്രതിഭാസത്തിന്റെ കാര്യം എടുത്താ പിന്നെ അതിൻ്റെയും അപ്പുറത്താ. ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ മൂർത്തമായ വസ്തുക്കളുടെ പോലും പിന്നാമ്പുറം ചികഞ്ഞ് പിന്നാമ്പുറത്തേക്ക് പോയാൽ, ഒരു ഹോട്ടൽ സപ്ലയർ ഭക്ഷണം കൊണ്ടുവന്നു തരുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഭക്ഷണം തന്നത് ആരാ? സപ്ലയർ. പിന്നെ തോന്നുക ആരാണ്? ആ ഹോട്ടൽ ഉടമ. പിന്നെ തോന്നുക ആരാണ്? എന്റെ കമ്പനിയുടെ ഉടമസ്ഥൻ, എനിക്ക് കാശ് തന്ന കമ്പനിയുടെ ഉടമസ്ഥൻ. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ സർക്കാർ. പിന്നെ ഈ സർക്കാരിനും എവിടുന്നാ കിട്ടിയത്? അവസാനം ചെന്നെത്തുക ഈ പ്രകൃതിയിലേക്കാണ്, ഈ പ്രപഞ്ചത്തിലേക്കാണ്. അപ്പൊ ഇത് മൂർത്തമായ വസ്തുക്കളുടെ ഉദാഹരണം ഇതാണെങ്കിൽ, അമൂർത്തമായ എന്റെ ചിന്തയുടെയോ എന്റെ അറിവിന്റെയോ എന്റെ ബുദ്ധിയുടെയോ എന്റെ വീക്ഷണങ്ങളുടെയോ ആത്യന്തികത ചെന്നെത്തുന്നത് എന്റേതല്ല. ഇത് എവിടെ വെച്ചാ രൂപപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് രൂപപ്പെടുന്നതും ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതും ഈ സത്യസന്ധമായ നിങ്ങളുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ സത്യസന്ധമായ ഈ ജ്ഞാനങ്ങൾ പറയുന്നത് എന്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് ദിവ്യമാണ് എന്ന് പറയുന്നതല്ലേ സത്യസന്ധത? അതാണ് മുഹമ്മദ് ചെയ്ത സത്യസന്ധത. അതിനേക്കാളും വലിയ സത്യസന്ധത എന്താ? ഇത് എന്റേതല്ല, ഇത് എന്റേതല്ല. നമ്മൾ 1000 കോടി 10,000 കോടി കുന്നുകൂട്ടി വെക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് എന്റേതാണ്. എന്നിട്ട് എന്താണ് നീ കൊണ്ടുപോകുന്നത്? എന്റേതല്ലല്ലോ, ഒക്കെ ഈ പ്രകൃതിയിലൂടെയാണല്ലോ, ഈ പ്രപഞ്ചത്തിൻ്റെതാണല്ലോ, എനിക്കൊന്നും വേണ്ട എന്ന് കൈമലർത്തിയിട്ടല്ലേ നീ പോണത്? എവിടെ നിന്റേത്? എവിടെ നിന്റേത്? എവിടെ നിന്റേതെന്ന് പറയുന്നത്? എവിടെ? ഈ സത്യസന്ധതയാണ് മുഹമ്മദ് കാണിച്ചത്. ഞാനത് പറയണം, മുഹമ്മദിനേക്കാൾ സത്യസന്ധമായിട്ട്. അപ്പോൾ സത്യസന്ധനായ ഇത് ഞാനൊരു ആശയം പറഞ്ഞാല് ഞാൻ ആരുടെയെങ്കിലും കടമെടുത്തിട്ട കാര്യം പറയുണ്ടാകുക, എന്നാലും ഞാൻ പറയാതെ എന്റേതാണെന്ന. ഇങ്ങനെ എന്റേതാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ബച്ചാരോ പറഞ്ഞ ആശയമായിരിക്കും. അവൻ കണ്ടെടുക്കും വർഷങ്ങളോളം പഠന നിരീക്ഷണങ്ങൾ നടത്തി അവൻ കണ്ടെത്തിയ ഒരു ജ്ഞാനമായിരിക്കും, ലോകത്തോട് പറഞ്ഞ ഒരു അറിവായിരിക്കും. പക്ഷെ ഞാനത് കട്ടുകൊണ്ടുവന്നിട്ട് എന്റെ അറിവായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത് എന്റെ അറിവാണെന്ന്. അതല്ല. പക്ഷേ മുഹമ്മദ് അതല്ല പറയുന്നത്. ഇത് എന്റേതല്ല, ഇത് എന്റേതല്ല, ഇത് ഈ പ്രപഞ്ചത്തിൻ്റെതാണ്, ഈ പ്രകൃതിയുടേതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ്. ഇതിനേക്കാളും വലിയ സത്യസന്ധത വേറൊന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മാവ് ഇറക്കി തന്ന മാവ് എന്താണ്? ഇത് ആ ആശയമാണ്. അത് നമ്മൾ നിരവധി തവണ ഒരു 3-4 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ആശയം, അല്ലേ? മാവ് അന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം എന്താണെന്ന്. സൂറത്ത് അൻഫാൽ വിശദീകരിച്ച് തന്നിട്ട് ഈ നമ്മൾ പറയുന്ന ഈ ആകാശത്തിൽ നിന്നുള്ള ഈ വെള്ളമല്ല. ഖുർആൻ പറയുന്ന ജലവും ഖുർആൻ പറയുന്ന കയ്യും ഖുർആൻ പറയുന്ന മുഖവും നിങ്ങളുടെ വീക്ഷണങ്ങൾ ഉന്നതമായ മുഖമല്ല, വീക്ഷണമാണ്, ചിന്തയാണ്. അതുപോലെ ഈ ജലമല്ല, അള്ളാഹു ഇറക്കി തന്ന ജലം എന്ന് പറയുന്നത് ദിവ്യജലമാണത്. അത് പറഞ്ഞു സൂറത്ത് അൻഫാല് 12-ാം വചനം 11-ാം വചനം 12-ാം വചനം വിശദീകരിച്ച് നിരവധി തവണ നമ്മൾ പറഞ്ഞതാ. നിങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്താൻ അല്ലതീ ജാലലക്കും അല്ലതീ അൻസല മിനസ്സമായി മാൻ ലിയുതഹിറക്കും ബിഹി, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ, നിങ്ങളെ ശുദ്ധീകരിക്കാൻ.
വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താനി, പൈശാചികത നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ. പിശാച് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെയാണ് കേട്ടോ. ഈ പിശാചിനെ തെരഞ്ഞു നടക്കണ്ട. ഇവര് പറയും പോലെ ഈ മതവിശ്വാസികള് മോളില് അള്ളിയും മലക്കുകളും ഭൂമിയിലും മനുഷ്യരും, കുട്ടിച്ചാത്തനും ചൈത്താനും മറ്റതൊക്കെ ഭൂമിക്കടിയിലും. ഇങ്ങനെയാണ് ലോകം എന്നാണ്. ഇത് ഈ പഴയ മിത്തുകളാണ്. അവര് ലോകക്രമത്തെ കണ്ടതാ. അള്ളിയും കൂട്ടരൊക്കെ ആകാശത്ത്, മൂപ്പരിങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി വരും. ഈ ഭൂമിയുടെ മുകളിൽ മനുഷ്യര്, ഭൂമിയുടെ ഉള്ളിലാണ് പിന്നെ ചേക്കുട്ടി പാപ്പിയും ശൈത്താനും പിന്നെ ഏതൊക്കെ സാധനങ്ങളും മറ്റ് ഉള്ളതൊക്കെ. ഇങ്ങനെയാണ് ലോകത്തിനെ ഇവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിനെ പരിചയപ്പെടുത്തുന്നത് മതവിശ്വാസികൾ ഇങ്ങനെയാണ്. ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ മനുഷ്യനിൽ തന്നെ, മനുഷ്യനെ ഏറ്റുമുട്ടാൻ എന്തിനോടെ ഉള്ളൂ? മനുഷ്യൻ ഒറ്റ ശത്രുവേ ഉള്ളൂ, പിശാച്. ഈ ഒറ്റ ശത്രുവേ മനുഷ്യനുള്ളൂ. ഇതിനേക്കാളും നല്ല ഒരാശയം ഇനി എന്താ പറയാനുള്ളത്? ലോകത്ത് ഒരൊറ്റ ശത്രുവേ മനുഷ്യനുള്ളൂ, അത് പിശാചാണ്. അത് എവിടെയാണ്? അത് അവനിൽ തന്നെയാണ്. അത് അവനിൽ തന്നെയാണ്. ഇത് അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഇറക്കിയ വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താനി, പൈശാചിക മാലിന്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ. ഗുണം 2. മൂന്നാമത്തെ ഗുണം വലിയുർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം ജോയിന്റ് ചെയ്യാൻ, അടുപ്പിക്കാൻ. 4-മത്തെ ഗുണം ആ വെള്ളത്തിനെന്താണ്? വയുസബ്ബിത ബിഹിൽ അഖദാം, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ. സൂറത്തുൽ അൻഫാലിൽ പറയാം, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ, ദൈവികേതര ആശയങ്ങളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ. എന്താ ദൈവികേതര ആശയങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ട ആവശ്യം എന്താ? എന്തിനാ ശുദ്ധീകരിക്കണത്? സത്യം, നീതി, ഇതൊക്കെ ഇവനിൽ നിലനിൽക്കാൻ, സത്യത്തോട് അസത്യം കലരാതിരിക്കാൻ, നീതിയോട് അനീതി കലരാതിരിക്കാൻ, ധർമ്മത്തോട് അധർമ്മം കലരാതിരിക്കാൻ, ക്രമത്തോട് അക്രമം കലരാതിരിക്കാൻ. ഇതാണ് ശിർക്ക്. യൂണിറ്റിയോട് അനൈക്യം കലരാതിരിക്കാൻ, അത് ശിർക്കാണ്. മനുഷ്യരെ സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളത് ശിർക്കാ. അതാരെ പറഞ്ഞു? അള്ള പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞതാ. മനുഷ്യരെ ഛിന്ന ഭിന്നമാക്കുക, ഭിന്നിപ്പിക്കുക എന്നുള്ളതാ ഒരു ശിർക്കാണ്. അപ്പൊ ദൈവികമായ ആശയത്തിൽ മറ്റൊന്നിനെ കലർത്തുന്നതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു ജലം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സുകളെ യോജിപ്പിക്കാൻ പറ്റിയ ഒരു ജലം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. നിങ്ങളിലെ പൈശാചികത നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റിയ ഒരു ജലം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരു ജലം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അതാണ് വാ അൻസല മിനസ്സമായി മാൻ, നിങ്ങൾക്ക് ഞാൻ ഒരു ജലം ഇറക്കി തന്നിരിക്കുന്നു. ഫഅഖറജ ബിഹി മിനസ്സമറാത്ത്, ആ ജലം കൊണ്ട് ഭൂമിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഫലങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. ഈ ജ്ഞാനം കൊണ്ടല്ലാതെ ലോകത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റതൊക്കെ നശീകരണങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പൈശാചികത, ദൈവീകത കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ, അതായത് നിർമ്മാണം ദൈവീകത കൊണ്ട് നടന്നിട്ടുള്ളൂ. പൈശാചികത കൊണ്ട് നശിപ്പിക്കൽ മാത്രമേ ലോകത്തുണ്ടായിട്ടുള്ളൂ. ഐക്യമാണെങ്കിൽ ഐക്യം നശിപ്പിക്കുക, നന്മയാണെങ്കിൽ നന്മ നശിപ്പിക്കുക, ഒരു ജനസമൂഹം കെട്ടിപ്പടുത്ത സംസ്കാരങ്ങളാണെങ്കിൽ അത് നശിപ്പിക്കുക. ഇതൊക്കെയാണ് പൈശാചികത. അപ്പോ അള്ളാഹു ഇതിൽ നിന്നൊക്കെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു ജലം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരികയും നിങ്ങൾക്ക് പ്രവർത്തനങ്ങളുടെ യഥേഷ്ടം നിങ്ങൾക്ക് ഫലങ്ങൾ, ഇവര് ഫലങ്ങൾ എന്ന് കേൾക്കുമ്പോഴത്തേന് പഴങ്ങളാണ് ഇവർക്ക് ഓർമ്മ വരിക. അത് മനസ്സിലാക്കണം. നമ്മൾ ഖുർആൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സമറാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടുകളാണ്. ഫ്രൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ പഴങ്ങളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുക. ഇപ്പം ഈ തൊട്ടടുത്ത് 2 വചനങ്ങളും കൂടി കഴിഞ്ഞിട്ട് പറയണേ, വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ. അവിടെ മിൻ കുല്ലി സമറാത്ത് പറയുന്നുണ്ട്, ഫലങ്ങളാണ് അവിടെ. ഇബ്രാഹിം പ്രാർത്ഥിച്ചതും അതാണ്, വറുസുഖ് അഹ്ലഹും മിൻ കുല്ലി സമറാത്ത്. അതും അവർക്ക് പഴങ്ങൾ തിന്നാൻ കൊടുക്കണം എന്നല്ല, പ്രവർത്തനങ്ങളുടെ ഫലങ്ങളാണ്. ഇബ്രാഹിമിനെ നിയോഗിച്ചത് ഭൂമി അതാണ്. ഇവര് കൃഷിയില്ലാത്ത ഭൂമി എന്ന് കേൾക്കുമ്പോഴത്തേന് പ്രവാചകന്മാരുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളാണ്.
പ്രവാചകന്മാരുടെ കൃഷിസ്ഥലം എവിടെയാണ്? മനുഷ്യ മനസ്സുകളിലാണ് അവർ കൃഷി ഇറക്കുന്നത്. അവരുടെ വിളനിലം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളാണ്. ഇപ്പൊ ഇബ്രാഹിം നബി കൃഷിയില്ലാത്ത ഒരു പ്രദേശത്ത് തന്റെ മക്കളെ പാർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ വിശദീകരണം എഴുതാണ് വരും. അവിടെ ഒരു ജനമില്ല, കൃഷിയില്ല, വിജനമായ ഭൂമിയിൽ കുട്ടീനെയും ഭാര്യനെയും കൊണ്ടയാക്കി മൂപ്പര് വീണ്ടും ഇറാഖിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കഥ മെനയാണ്. കൃഷിയില്ലാത്ത ഭൂമി എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ എവിടെ കൃഷി ഇറക്കാനാ വന്നിക്കുന്നത്? എവിടെ കൃഷി ഇറക്കാനാ പ്രവാചകന്മാർ വന്നിക്കുന്നത്? മനുഷ്യ മനസ്സിൽ കൃഷി ഇറക്കാനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അവരുടെ കൃഷിസ്ഥലം എവിടെയാണ്? മനുഷ്യ മനസ്സുകളാണ്. ആ മനുഷ്യ മനസ്സുകളിൽ കൃഷി ഇറക്കിയിട്ട് അതിന്റെ പ്രവർത്തന ഫലങ്ങളാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനു വേണ്ട ജലമാണ്, വെള്ളമാണ് അള്ളാഹു ഉന്നതങ്ങളിൽ നിന്ന് ഇറക്കി കൊടുക്കുന്നത്. ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് നടപ്പിലാക്കുക എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അതല്ലാതെ ജിബ്രീൽ എന്ന് പറയുന്ന ഒരാളിങ്ങനെ വന്ന് മുഹമ്മദിന് അക്ഷരങ്ങളും പദങ്ങളും ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ച് ഇനി നീ പറഞ്ഞോ എന്ന് പറഞ്ഞു കൊടുക്കലല്ല. ഇത് ഇറക്കുക എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് നടപ്പിലാകുക എന്നാണ്. അത് ഞാൻ നിരവധി തവണ നിങ്ങൾക്ക് വിശദീകരിച്ചതാണ്. ഒരു പുസ്തകം ഇറങ്ങി എന്ന് പറഞ്ഞാൽ പുസ്തകം ആകാശത്തുനിന്ന് ഇറങ്ങിയെന്നല്ല. ആ പുസ്തകം വിപണിയിൽ ഇപ്പൊ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സിനിമ പുതിയതായിട്ട് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് ഒരു സിനിമ ഇറങ്ങിക്കണമെന്നല്ല. ആ സിനിമ നമ്മുടെ നാട്ടിലൊക്കെ പോടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന പോലെ ഈ ആശയം ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആശയം ഭൂമിയിൽ നടപ്പിലാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മനുഷ്യനൊരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും അതിൽ നിന്നൊരു പുതിയ ജലവും അവർക്ക് ഇറക്കി അവർക്ക് പ്രവർത്തനങ്ങളുടെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജലവും അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതാരാണോ ചെയ്തത് അതിന് നിങ്ങൾ സമന്മാരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടുണ്ടാക്കരുത്. അറിഞ്ഞുകൊണ്ടുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ എന്താ? ഉണ്ടാക്കിയാൽ അതിന്റെ ദുരന്തം നിങ്ങൾക്ക് തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഈ അള്ളാഹു ഇതിനെ ഒന്നിച്ച് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ ഒരു വിശേഷണത്തിൽ അള്ളാഹുവിനെ ഒതുക്കാൻ കഴിയില്ല. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ അള്ളാഹു ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇത് നിങ്ങളുടേതാണെന്ന് പറയാം, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഇതിന്റെ അവകാശം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുക, അത് അവനിൽ പങ്കുചേർക്കലാണ്. ഈ സത്യത്തിൽ അസത്യം കൂട്ടിക്കലർത്തുക, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അവന് സമന്മാരെ നിശ്ചയിക്കലാണ്. ഇതിന് തത്തുല്യമായ ഒന്നുണ്ട് എന്ന് പറയലാണ്. ഇതിന് തത്തുല്യമായ വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നില്ല. അത് നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ അള്ളാഹുവിന്റെ ഈ വ്യവസ്ഥിതിക്ക് അള്ളാഹുവിന് സമന്മാരുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ വേറൊരു അള്ളുണ്ട് എന്ന് പറയരുത് എന്നല്ല. അതാദ്യം മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താന്ന് പറഞ്ഞാൽ അള്ളാഹിന് സമന്മാരുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മുജാഹിദിൽ ഉണ്ടാവുമ്പോൾ പറഞ്ഞത് മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഗുരുവായൂരപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇതാണ് അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ. ഞാൻ അന്നിങ്ങനെ ആലോചിച്ചു, എന്താ ഈ അള്ളാഹ്ക്ക് ഇത്ര ഇടങ്ങേറ്? മൊഹീദ്ദീൻ ഷേഖേന്നൊന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? ഈ ലോകത്തിന് എന്താ പറ്റിയ? ഈ പ്രപഞ്ചത്തിന് എന്താ പറ്റിയ? വല്ലതും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇത്ര ഒരു സഹിഷ്ണുതയില്ലാത്ത അള്ളാഹു ആയാലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ചോട്ടെ എന്ന്, ഒരു ബദരീങ്ങളെ ഞാൻ പറഞ്ഞത് വിളിക്കണം എന്നല്ല പറഞ്ഞു. വിളിച്ചാൽ കിട്ടണ ഒരു അള്ളാഹു ഒന്നും ലോകത്ത് എവിടെയില്ല. അത് മമ്പർത്ത തങ്ങളെ വിളിച്ചിട്ടും കാര്യമില്ല, ആരിനെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അവന്റെ വ്യവസ്ഥിതിക്ക് നിങ്ങളൊരു തുല്യത ഉണ്ടാക്കരുത് എന്നാണ്. സത്യത്തിന് ഇനി ഏതാ തുല്യത? അസത്യമല്ലാതെ ഇനി സത്യത്തിന് ഏതാ തുല്യത? അതുണ്ടാക്കിയാൽ അത് ഇടങ്ങേറാണ്. നീതിക്ക് ഇനി ഏതാ തുല്യത? നിങ്ങൾ പറയും. എനിക്കറിയില്ല. ഇപ്പൊ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇതല്ലാതെ ഇനി എന്താണ് പറയാ? മൃഗങ്ങളെന്ന് ഇനി പറയാൻ പറ്റുമോ? ഇനി ഇതിന്റെ അപ്പുറം ഇനി വേറെന്താ? ഇതിന് നിങ്ങൾ തുല്യത ഇനി വേറൊന്നും ഉണ്ടാക്കരുത്. അതിന്റെ ദുരന്തം നിങ്ങൾക്ക് തന്നെയാണ്, എനിക്കല്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ നിൽക്കരുത്. അതാണ് അള്ളാഹു പറയുന്നത്.
അതാണ് ഞാൻ വിചാരിച്ചു, ഖുർആനിന് തത്തുല്യമായ ഒന്ന് നിങ്ങൾ കൊണ്ടുവരിന്ന ഇനി തുടർന്ന് പറയണത്. അപ്പൊ തന്നെ ഈ ഇറക്കിയ വെള്ളം ഏതാന്ന് ഉറപ്പാണ്. തൊട്ടടുത്ത വചനം ഇനി ഞാൻ എന്റെ ദാസന് ഇറക്കി കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ ഇവിടുന്ന് അള്ളാഹു ഇറക്കി കൊടുത്ത മാ എന്താണ് അപ്പൊ വ്യക്തമായില്ലേ? ഞാൻ നിങ്ങൾക്കൊരു ജലം അൻസല ഇറക്കി തന്നിരിക്കുന്നു. തൊട്ടടുത്ത വചനത്തിൽ ഇനി പറയുന്നത് വൈൻ കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ എന്നാണ്. എന്റെ ദാസന് ഞാൻ ഇറക്കി കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതിന് തത്തുല്യമായ ഒന്ന് കൊണ്ടുവരൂ. ഇതിന് തത്തുല്യമായ നീതിക്ക് പകരം അനീതിയല്ലാതെ, സത്യത്തിന് പകരം അസത്യമല്ലാതെ, ധർമ്മത്തിന് പകരം അധർമ്മമല്ലാതെ, മനുഷ്യരെ എന്നുള്ളതിന് പകരം ഇനി അതിന് പകരം വേറെന്താ കൊണ്ടുവരിക? ആത്യന്തികതയാണ് അള്ളാഹു പറയണത്, അവസാനത്തതാണ് അള്ളാഹു പറയണത്. അതാ ഇതിലെ ശ്രദ്ധ എനിക്ക് മനസ്സിലായത്. അല്ലാതെ ഇന്നല്ലാഹ സമീഉൻ അലീം ഇതുപോലൊരു വചനങ്ങൾ കൊണ്ടാണിന്നല്ല. അങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അതല്ല ഞാൻ പറയുന്നത്. ഏത് വിഷയത്തിന്റെയും ആത്യന്തികതയാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞാൽ അതതിന്റെ താഴെ വരുള്ളൂ. അമേരിക്കക്കാരെ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ വരുള്ളൂ. ഇന്ത്യക്കാരുടെ മോചനം എന്ന് പറഞ്ഞാൽ അപ്പൊ ലോകത്തിന്റെ മോചനമായി പെട്ടില്ല. മനുഷ്യരെ നിങ്ങളുടെ മോചനം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തിന് എന്താ പറയാ? നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ നന്മ പ്രസരിപ്പിക്കുന്ന വേറെ, തത്തുല്യമായി ഇതുപോലെ നന്മ പ്രസരിപ്പിക്കുന്ന വേറെ ഒന്നുണ്ടെങ്കിൽ കൊണ്ടുവരി. ഇപ്പൊ ലോകത്ത് വന്ന മഹാന്മാരൊക്കെ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ജനങ്ങളുടെ മോചനമാണ് പറഞ്ഞത്, അല്ലേ? ആളെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നമ്മളത് അവരെ ഇകഴ്ത്തി കാണിച്ചു എന്ന് പറയും. ഇന്ത്യക്കാരുടെ മോചനത്തിന് നമ്മളുടെ മനസ്സിൽ ഓടി വരിക ഒരാളാ. ആഫ്രിക്കയിൽ പോയാൽ നെൽസൺ മണ്ടേലയുടെ ആണ് നമുക്ക് വരിക, ആഫ്രിക്കക്കാരുടെ മോചനം. പക്ഷെ മനുഷ്യരുടെ മോചനം പറഞ്ഞത് ഏതാ? ഖുർആൻ. ഇനി ഇതിന്റെ അപ്പുറം എന്താണ്? അതാണ് ഇതിനപ്പുറം ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഉണ്ടെങ്കിൽ കൊണ്ടുപോളി, കുഴപ്പമൊന്നുമില്ല. പ്രപഞ്ചത്തെ പഠിക്കൂ. നിങ്ങളുടെ കണ്ണും കാതും ചെവിയും മുഴുവൻ ഈ പ്രപഞ്ചത്തിലേക്ക് തുറന്നു വെക്കൂ എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ അപ്പുറം എന്താ പറയാ? കെമിസ്ട്രി പഠിക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടു. അതെ, ഫിസിക്സ് പഠിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പെട്ടു. ബയോളജി പഠിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പെട്ടു. മാത്തമാറ്റിക്സ് പഠിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പെട്ടു. ജിയോഗ്രഫി പഠിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പെട്ടു. നിങ്ങൾ പ്രകൃതിയെ പഠിക്കൂ, പ്രപഞ്ചത്തെ പഠിക്കൂ, അള്ളാഹുവിനെ പഠിക്കൂ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഇതിനെയും പഠിക്കാനാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ അപ്പുറം എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഖുർആൻ മനുഷ്യരുടെ ഈ ഏകോപന പറയണത്, അല്ലേ? അത് പറഞ്ഞല്ലോ, കാനന്നാസ ഉമ്മത്തൻ വാഹിദത്തൻ. ലോകം ഒരൊറ്റ സമൂഹമായിരുന്നു. ഈ ലോകം ഒറ്റ സമൂഹമായി ആ ലോകം ഛിന്ന ഭിന്നമായപ്പോൾ ആ ലോകത്തെ ഒരുമിപ്പിക്കാൻ വേണ്ടി, അവർക്കിടയിലുള്ള ഭിന്നതകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു ദൈവദൂതന്മാരെ നബിയീന മുബശ്ശിരീന വ മുൻദിരീന ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി. നോക്കൂ നിങ്ങൾ, മനുഷ്യരുടെ ഏകോപനം. ഇനി പകരണ്ടേ കൊണ്ടുവരി. ഇതാണ് ദൈവത്തിന് പകരം നിങ്ങൾ വേറൊന്ന് വെക്കരുത് എന്ന് പറയുന്നത്. വെറുതെ ബ്ലൈൻഡ് ആയിട്ടാണ് പറയല്ല, വെറുതെ കണ്ണടച്ചിട്ട് ഇതിന് തത്തുല്യമായ ഒന്നുണ്ടെങ്കിൽ കൊണ്ടുവരി. ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതാണ് കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യർ ഒരൊറ്റ യൂണിറ്റ് ആയിരുന്നു. അതാണ് ലോകത്തിന് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ഖുർആൻ കാണുന്നത്. കാനന്നാസ ഉമ്മത്തൻ വാഹിദത്തൻ. ലോകം ഒരൊറ്റ ഉമ്മത്താണ്, ഒരൊറ്റ യൂണിറ്റാണ്. പക്ഷെ പിന്നീട് ദൈവദൂതന്മാർ അവരിൽ അവതരിക്കാൻ തുടങ്ങി. ദൈവദൂതന്മാർ അവരിൽ നിന്ന് എണീക്കാൻ തുടങ്ങി, അവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. എന്തായിരുന്നു ആ ദൈവദൂതന്മാർ ചെയ്തിരുന്നത്? ജനതകൾ ഭിന്നിച്ച പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച് ആ ജനങ്ങളെ ഒന്നാക്കിയെടുക്കാൻ, ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി, ജനതകളെ ഒന്നാക്കാൻ വേണ്ടി, മാനവരാശി ഭിന്നിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാക്കാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞു, ജനങ്ങളെ നിങ്ങള് എല്ലാവരും പങ്കിട്ട് അനുഭവിച്ച് സുഖമായി ജീവിക്കും, എന്തിനാ ഈ തല്ലുന്ന്? ആളുകൾ ചിന്തിച്ചു. മുഹമ്മദ് ഈ ഖുർആൻ ഓതിയിട്ട് തന്നെ നടന്നിരുന്നെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങാടിയിലേക്ക് ചെല്ലിയാണ് മുഹമ്മദ്. നിങ്ങൾ എന്താ ഇപ്പൊ പ്രശ്നം? അതിൽ സത്യം വേണം കേട്ടില്. എന്താ ഈ സത്യത്തിന്റെ ആവശ്യം? സത്യം നിങ്ങൾ പാലിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും.
അത് മനസ്സിലാക്കുകയാണ് ആ ഗുണം. നിന്റെ സഹോദരനെ ഒന്നും കാട്ടരുത് കേട്ടോ. എന്താ കാട്ടിയാൽ അവന്റെ ദുരന്തത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം. എന്തിനാണ്? ഇവന് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾ ഒന്നാകണം കേട്ടോ. നിങ്ങൾ പരസ്പരം ഈ മുഹമ്മദ് യുദ്ധം പോയിട്ട് യൂന്നും കൂടിയും പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം. യുദ്ധല്ലേ മൂപ്പർക്ക് യുദ്ധം ചെയ്യാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്. യൂന്നും കൂടിയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് മൗലവി ഒരിക്കൽ പറഞ്ഞില്ലേ, ദജ്ജാൽ എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടോ? ദാലിന് ശേഷം ജീമ് വരുന്ന വാക്കെന്നെ ഖുർആനിലില്ല എന്ന് പറഞ്ഞു മൗലവി. മൗലവിമാര് അന്ന് ഫിഹ്റസൊന്നുമില്ല, ഈ ഖുർആനിന്റെ നിഘണ്ടു അന്നില്ല. മൗലവിമാര് തെരന്നെ. ഞങ്ങളെ എടത്തനാട്ടുകര വന്നിട്ടാണ് മൗലവി പറഞ്ഞത്. എടത്തനാട്ടുകര ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ദജ്ജാൽ എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടോന്ന് വെച്ചു. ദാലിന് ശേഷം ജീമ് വരുന്ന വാക്കെന്നെ ഖുർആനിലില്ല. എന്നിട്ടല്ലേ ദജ്ജാൽ തെരയാണ്. ഇന്ന പോലെ ഇതിൽ യുദ്ധമൊന്നുമില്ല. അല്ലാഹു അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അക്രമികളും പോക്കിരികളും അതാവുന്ന ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. 3:103 പറഞ്ഞത് വകുന്തും ഷഫാ അലാ ഷഫാ ഹുഫ്റത്തിൻ മിനൻ നാരി. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ ജോയിന്റ് ആക്കി അല്ലാഹ്. ആ ജോയിന്റ് ആക്കാനുള്ള വെള്ളമാണ് നിങ്ങൾക്ക് ഇറക്കി തന്നിക്കുന്നത്. ഇനി ഇതിലേക്ക് മേലെ എന്താ പറയാ? ഇതാ പറയുന്നത് ഖുർആൻ ഇതിന് പകരങ്ങളൊന്നും ഉണ്ടെങ്കിൽ കൊണ്ടുവരി. ഇനി ഇതിന് പകരം എന്തുണ്ടെങ്കിൽ കൊണ്ടുവരി. ഞാൻ പറയുന്നത് വെറുതെ പിന്നെ അന്ധമായിട്ട് ഖുർആനിനോടുള്ള പ്രേമം കൊണ്ട് വെറുതെ പറയല്ല. ഇനി മനുഷ്യരെ ഒന്നാക്കണം. ഇതാ ഞാൻ സംഘടന വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ എന്റെ നേരക്ക് താഴും. ഒരു 4 ആള് കൂടി പറയേണ്ട കാര്യമല്ലത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബൂലാബിനെ നമ്മളൊരു സുഹൃത്ത് വിളിച്ചു ഉമ്മർക്ക. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ലോകത്ത് മതമില്ലാത്തവനും മതമുള്ളവനും ദൈവനിഷേധിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ മെച്ചത്തിനും അവരുടെ ഗുണത്തിനും ദൈവാനുഗ്രഹങ്ങൾ പങ്കിട്ട് ഒരുമയോടുകൂടി ജീവിക്കാനുള്ള പദ്ധതിയാണിത്. ഒരുമിച്ച് ജീവിക്കും മക്കളെ. വെറുതെ തല്ലുകൂടിയിട്ട് ചാകണ്ടങ്ങള്. എന്തിനാ ഈ ചാകണത്? അണക്കെന്നെ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. എത്ര സിമ്പിളാ കാര്യമെന്നോ. എത്ര സിമ്പിളായിട്ടാ പറയുന്നത്. നീ 10,000 കോടി ശേഖരിച്ചോ കാര്യമല്ല. 1 കോടി സംഭവിച്ചോ കാര്യമല്ല. അണക്ക് ഈ തിന്നലും ഈ എടുക്കലും ഈ കാറിപ്പോക്കും ഈ ബസ്സിൽ പോക്കും ഈ കിടന്നുറങ്ങലും പെണ്ണുങ്ങളെത്ത് കട ഇത്ര തന്നെ എനിക്ക് ചെയ്യാനുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കൊട്ടിപ്പറഞ്ഞ് വീഴാനേ ഉള്ളൂ. ഇത് മുഴുവൻ എന്നെ ഏൽപ്പിച്ച് പോകാനേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് വെറുതെ നീ ഈ ജീവിതം ദുരിതപൂർണമാക്കണ്ട. എത്ര സിമ്പിളാ കാര്യം. മുഹമ്മദ് ഇത് നാട്ടിൽ കൂടി നടന്ന് പറയണം. ഉള്ളവൻ്റെ ഒക്കെ ഒന്ന് വാങ്ങ, ഇവന് കൊടുക്ക്. വെറുതെ ഇല്ല പാത്തി വെച്ചിട്ട് ആർക്കും ഗുണമില്ലാതാക്കണ്ട. എന്തിനാ ഈ ഗുണമില്ലാതെ ഈ സ്വത്ത് മുഴുവൻ പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടെന്താ? അത് പറഞ്ഞല്ലോ, ഈ കൈലായി യക്കൂന ദുവലത്തം ബൈനൽ അഗനിയായി എന്ന് പറഞ്ഞു. എന്തിനാണിത് കൊടുക്കാൻ പറയുന്നത്? അഗനിയായുടെ ഇടയിൽ മാത്രം കറങ്ങുന്ന ഒരു വസ്തുവാകരുത് ഇത് എന്ന് വിചാരിച്ചിട്ടാ. അതും ഖുർആൻ പറഞ്ഞല്ലോ. എന്തിനാ ഇത് കൊടുക്കാൻ പറഞ്ഞത്? ഈ കൈലായി യക്കൂന ആകാതിരിക്കാൻ വേണ്ടി ദുവലത്തൻ ഒരു ദൗലത്ത് രാഷ്ട്രം ബൈനൽ അഗനിയായി പണക്കാർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടി. ഇത് ലോകത്തിന്റെ ചൂഷക വർഗത്തിന് എതിരാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുനിറ്റും കുഞ്ഞിരായ്മയും അസൂയയും കിബറും ഇത് ഒതുക്കാതെ രക്ഷല്ല എന്ന് മനസ്സിലാക്കി. ഒരു കല്ലറക്ക് വേണ്ടി എത്രായിരം ജനങ്ങളെ കൊന്നത്. ഈ മതങ്ങൾ കൊന്നൊടുക്കിയ ജനങ്ങൾ എത്രേ. എന്തിനാ ഈ മതം? ഞാൻ ആലോചിക്കലും എന്തിനാ ഈ മതം? എത്രായിരം കോടി ജനങ്ങളെ ഈ വർഷങ്ങൾക്കിടയിൽ കൊന്നൊടുക്കിയത്. ഈ തലമുറകളിൽ എത്രായിരം കോടി പെണ്ണുങ്ങൾ സ്ത്രീകളുടെ ജീവിതമാണ് തകർത്ത് തരിപ്പണമാക്കിയത്, ദുരന്തപൂർണമാക്കിയത്. എന്തിനാ ഈ മതം? ഒരു സ്വൈരമില്ലാതെ കിടന്നുറങ്ങാൻ പോലും സ്വൈരമില്ലാത്ത ഒരു മതം എന്തിനാ ലോകത്ത്? ഇത് ഈ സുഖല്ലേ? പങ്കുവെക്കും, സമാധാനമായിട്ട് ജീവിക്കും, ഒരുമയോടുകൂടി ജീവിക്കും. മനുഷ്യരെ നിങ്ങൾ ഛിന്ന ഭിന്നമാകണ്ട. ഇതിനേക്കാൾ ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കാര്യം കുറച്ചതിന് പറയാനുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരു ഉദാഹരണം, അപ്പൊ ഒരു ചരിത്രം, അപ്പൊ ഒരു സംഭവ കഥ, അപ്പൊ ഒരു ദൂതന്റെ നിയോഗം, ഇങ്ങനെ കുറെ തല തിരിഞ്ഞിങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഇവന്റെ തലയിൽ കൊന്നത് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഖുർആൻ ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത്. പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ. മനുഷ്യ, നീ ദൈവത്തിന്റെ വ്യവസ്ഥിതിക്ക് കീഴൊതുങ്ങുക, ദൈവത്തെ അറിയുക, ദൈവത്തെ തിരിച്ചറിയുക.
ദൈവത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ സത്യത്തെ തിരിച്ചറിയുക, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക, നീതിയെ തിരിച്ചറിയുക. സലാത്ത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ സത്യം നടപ്പിലാക്കുക, നീതി നടപ്പിലാക്കുക, ധർമ്മം നടപ്പിലാക്കുക എന്നാണ് അർത്ഥം. സലാത്തിലേക്ക് അവരെ വിളിച്ചാൽ അവർ അതിനെ പരിഹസിക്കുന്നു പറഞ്ഞാൽ സത്യത്തിലേക്ക് വിളിച്ചാൽ അവർ പരിഹസിക്കും, നീതിയിലേക്ക് വിളിച്ചാൽ പൊട്ടാ ഈ സത്യവും നീതിയൊക്കെ എന്തിനാ പൊട്ടാ വെറുതെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ചൂഷകർ കളിയാക്കും. എന്തിനാ എൻ്റെ സത്യം, എന്തിനാ എൻ്റെ നീതി, എന്തിനാ എൻ്റെ ഈ വിട്ടുവീഴ്ച, എന്തിനാ എൻ്റെ ഈ ധർമ്മം, പോയി വേറെ പണി നോക്കിക്കൂടെ. ഇതാണ് അവർ സലാത്തിന് വിളിച്ചാൽ കളിയാക്കുന്നു പറഞ്ഞത്. അല്ലാതെ ഈ കുമ്പിടാനല്ല. നിങ്ങൾ 1000 കുമ്പിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലോകത്തൊന്നും സംഭവിക്കൂല. നിങ്ങൾ 1000 ചുണ്ടിളക്കിക്കൊണ്ടിരുന്നാലും 1000 വിരലിളക്കിക്കൊണ്ടായിരുന്നാലും കൂട്ടായി കൈ കഴുകിയാലും കൂട്ടായി കുമ്പിട്ടാലും കൂട്ടായി താടി വെച്ചാലും ലോകത്തിന് ഒരു നഷ്ടമല്ല, ലാഭമല്ല. നഷ്ടങ്ങൾ കുറെ ഉണ്ട്. ഇവന്റെ കിട്ടേണ്ട അധ്വാനം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതിന് കിട്ടാതാവും. അങ്ങനത്തെ ഒരു നഷ്ടമുണ്ട്. നഷ്ടം തീരല്ല എന്നല്ല പറയുന്നത്. ഇവന്റെ ആവശ്യം, ഇവന്റെ വേണ്ട പ്രവർത്തനങ്ങളുടെ സമയം ആവശ്യമില്ലാത്ത സംഗതികളിലേക്ക് തിരിച്ചുവിടപ്പെടും എന്നത് മാത്രം. ഇവന്റെ പ്രവർത്തനം ലോകത്തിന് കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ പ്രവർത്തിച്ച മനുഷ്യരെ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ബാക്കി ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഇപ്പം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു 10-500 ആൾക്കാരെങ്കിലും ഇന്നെ അറിയില്ലേ? ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ വട്ടത്തിലുള്ള ആൾക്കാരും കൂടി ഇന്നെ അറിയില്ല. ജീവിക്കുമ്പോൾ തന്നെ ഞാൻ മരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മൗലവിയെ ലോകത്ത് എവിടേക്ക് അറിയും? ഗാന്ധിജി എത്ര കാലേ ജീവിച്ചിട്ടുള്ളൂ? 10-60 കൊല്ലം, 70, അത്ര കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ എത്ര 1000 തലമുറകളിൽ അദ്ദേഹം ജീവിക്കുന്നു. മുഹമ്മദ് 63 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു 63,000 തലമുറകളിൽ ആ മനുഷ്യൻ ജീവിക്കും. കാരണം അവർ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചവരാണ് അവർ. ഇങ്ങനെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ അത്തരം ആളുകളെ ഇവിടെ ജീവിക്കണുള്ളൂ. ബാക്കി ആരും ഇവിടെ ജീവിക്കണില്ല. അവര് എൻ്റെ കുട്ടി, എൻ്റെ പെണ്ണുങ്ങള്, എൻ്റെ വീട് പോലെ ആ പെണ്ണുങ്ങളെ, ആ കുട്ടികളെന്നെ ഒരു ദിവസം വിഷം കൊടുത്തിട്ടോ തലക്കടിച്ചിട്ടോ കൊല്ലും ചെയ്യും. ആ വാപ്പാന് ഒരു നേരം കൊടുക്കുമ്പോൾ വാപ്പ ഉണ്ടാവില്ല എന്ന് മാത്രം. ആ വാപ്പാക്കും ആ അമ്മാക്കും കുട്ടികൾക്ക്. പക്ഷേ ഈ പ്രവാചകന്മാർ ലോകത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. കാറൽ മാർക്സ് എംഗൽസ് കൂടുള്ള സമ്പന്നനായിരുന്നു. അയാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടാണ് മൂപ്പര് ചായ കുടിച്ചിരുന്നത്. തെരുവിൽ കിടന്നിട്ടാണ് മരിച്ചതെന്ന് പറയണു. പക്ഷെ എത്ര 1000 കോടി ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചു. മനുഷ്യർക്ക് വേണ്ടി ജീവിക്കും. മാതൃക പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളെ ആരുടെയെങ്കിലും പറ്റുമോ? എനിക്ക് ആരുടെയും കിട്ടിയില്ല. ഒക്കെ ഈ പള്ളിയിൽ നിസ്കരിച്ചു കൂടിയ ആൾക്കാരല്ലേ. ലോകത്തിന് എന്താ അവർ ചെയ്തേക്കണത്? അവരൊരു വയല് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിനെ കെട്ടിച്ചാൻ കായില്ല എന്ന് പറയാമെന്നല്ലാതെ, എനിക്കൊരു വീടിന് കായില്ല എന്ന് പറയാമെന്നല്ലാതെ, ഹൗസിൽ ടാപ്പ് കുറവുണ്ട് എന്ന് പറയാമെന്നല്ലാതെ, ഒളുഹിയത്തിന് മൂരിനെ വാങ്ങണമെന്ന് പറയാമെന്നല്ലാതെ, ദിക്റ് ചെല്ലണമെന്ന് പറയാതെ ലോകത്തിന്റെ പ്രശ്നം. ആ മഹല്ലിലെ ഒരു മനുഷ്യന്റെ കാര്യം പറഞ്ഞ ഉസ്താദാരാ? രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ മഹല്ലിൽ ഒരാളുണ്ട്, ഓനെ ചെന്ന് സന്ദർശിക്കുന്നു. എന്താ എൻ്റെ പ്രശ്നം? അവിടുത്തെ പണക്കാരൻ്റെ അടുത്തേക്ക് കയറി ചെല്ലണം. ഇന്ന ആളുടെ ഒരു പ്രശ്നമുണ്ട്, അതിന് നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട്, ഇന്ന കുട്ടി നല്ല പാവപ്പെട്ട കുട്ടിയാണ്, പക്ഷെ നല്ല വിദ്യാഭ്യാസിക്കാൻ നല്ല ബ്രൈറ്റാ കുട്ടി, അവനെ ഉയർന്ന് പഠിപ്പിക്കാൻ എന്തുണ്ട് വഴിയെന്ന് ആ ഉസ്താദ് പരിശോധിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവർ ഇസ്ലാമികല്ലോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം പോലെ കയ്യിൽ കൊടുക്കുക. ഞാൻ പറഞ്ഞു അസൽ കോല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കൊടുത്ത ഇതിനേക്കാളും വലിയ തല്ലോട് തല്ലാക്കാനും. ഏത് ശരീഅത്താ നടപ്പിലാക്കുക? ഞാൻ പറഞ്ഞു ഏത് ശരീഅത്താ നടപ്പിലാക്കുക? പാകിസ്ഥാനിലെ ശരീഅത്ത് നടപ്പിലാക്കുവോ? സൗദിയിലെ ശരീഅത്ത് നടപ്പിലാക്കുവോ? ദുബായിലെ ശരീഅത്ത് നടപ്പിലാക്കുവോ? ഏത് ശരീഅത്താ നടപ്പിലാക്കുക? സൗദിയിലെ ശരീഅത്ത് നടപ്പിലാക്കിയ ദുബായിൽ പെണ്ണുങ്ങൾക്ക് വാഹനം ഓടിക്കുക. എന്താണ് ഈ വ്യവസ്ഥിതി? വന്നാൽ എന്താ സുഖം എന്ന് ഒരാളെന്നോട് ചോദിച്ച്. എന്താ സുഖം എന്ന് വന്നാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പറഞ്ഞ് അനുഭവിക്കേണ്ടതല്ല, അനുഭവിച്ചറിയേണ്ടതാ. ഒരാൾ അടിമത്തത്തിൽ കഴിയുന്ന ഒരാൾ ചോദിക്കുക ഈ അടിമത്ത മോചനം എന്തിനാണ്? മൂപ്പര് അങ്ങനെ ചിന്തിച്ചത് രാജാവിന്റെ 2 അടിയും കൊണ്ട് സുഖമായി കടന്നുറങ്ങാം. രാജാവിന് എന്തൊക്കെ ഇറങ്ങാറാ? രാജ്യം ഭരിക്കണം, ജനങ്ങളുടെ പ്രശ്നം നോക്കണം, അവിടേക്ക് ഓടി നടക്കണം, ഇവിടേക്ക് ഓടി നടക്കണം, എനിക്ക് 2 അടിയും കൊണ്ട് സുഖമായി കടന്നുറങ്ങാം. ഇതാണ് ഒരു അടിമയുടെ ചിന്ത. അത്രേ പോകുള്ളൂ. പക്ഷെ ഒരു സ്വാതന്ത്ര്യം കിട്ടി നോക്കണ്ടേ? അത് അനുഭവിച്ച് നോക്കണം. അപ്പോഴേ അതറിയുള്ളൂ. സത്യം മാത്രം പറയുന്ന ഒരു ലോകത്ത് എത്തിപ്പെട്ടു നോക്കണം. ഇപ്പൊ ദുബായി തന്നെ പോയാൽ എന്താ സുഖം അല്ലേ?
നമ്മളിവിടെ കോഴി വേസ്റ്റ് കൊണ്ടുപോയിടും പോലെ അവിടെ കൊണ്ടുപോയിടാൻ പറ്റുമോ? ഇടുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നീന്ന് പിടിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതല്ലേ? നമുക്കിവിടെ സൈഡിൽ നിന്നിട്ട് മൂത്രമൊഴിക്കും പോലെ അവിടെ മൂത്രമൊഴിക്കാൻ പറ്റുമോ? അമേരിക്കയിൽ പറ്റുമോ? ലണ്ടനിൽ പറ്റുമോ? ആ രാജ്യത്തിന്റെ വൃത്തി എത്ര, ആ രാജ്യത്തിലെ സുഖം എത്രയാണ്, അവിടുത്തെ നിയമങ്ങൾ. ശുദ്ധമായ വായു ശ്വസിച്ചൂടെ? ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ മണത്ത് പോക്ക് പിടിച്ചിട്ട് നടക്കും. എന്ന പോലെ തന്നെ സത്യം മാത്രമുള്ള ഒരു ലോകത്ത് എത്തിപ്പെട്ടാലേ അതിന്റെ ഗുണം അറിയുള്ളൂ. അതിപ്പോ പറഞ്ഞു മനസ്സിലാക്കിയാൽ ശരിയാവില്ല. എന്താ സത്യം മാത്രം പറയും? ഇത്രയെങ്കിലും ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. ഇത് ഞാൻ ചിന്തിച്ചതല്ല, ഇത് ഗസാലി ഇമാം മുതലുള്ള മഹാന്മാരായ പല ചിന്തകന്മാരും പണ്ഡിതന്മാരും ചിന്തിച്ചതാ. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഹൂറുല്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ആദ്യം ഗസാലി ഇമാമൊക്കെ ആദ്യം നിഷേധിയായിട്ട് പോയി, ഇടക്കാലത്തൊന്ന് ഇൽമുൽ കലാമിൽ പോയി, സൂഫിസത്തിൽ പോയി, ഫിലോസഫിയിൽ പോയി, അങ്ങനെ പലതിലും മൂപ്പര് ആയി പോവുക ചെയ്യണത്. അത് അവരുടെ പുസ്തകം വാങ്ങി പഠിക്കുകയല്ല ചെയ്തത്, സൂഫി ആകുക ചെയ്തത്. സൂഫി ആയി നോക്കി, മെച്ചല്ല പോന്നു. മൂപ്പര് അവസാനം പറഞ്ഞത് എനിക്ക് സ്വർഗം വേണ്ടെങ്കിലോ, എനിക്ക് ഹൂറുല്യങ്ങൾ വേണ്ടെങ്കിലോ, എനിക്ക് പാല് വേണ്ടെങ്കിലോ, കള്ളിന്റെ പുഴ വേണ്ടെങ്കിലോ, തേനിന്റെ പുഴ വേണ്ടെങ്കിലോ. ഇതാവും മൂപ്പര് വിപരീത ചിന്തയാണ്. എനിക്കത് വേണ്ട. അവസാനം മൂപ്പര് പറഞ്ഞ ഇത് വേണ്ടെങ്കിലും ഇത് വേണം. അത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇത് വേണ്ടെങ്കിലും ഈ ദീൻ എനിക്ക് വേണം എന്ന തിരിച്ചറിവിൽ അവസാനം അദ്ദേഹം ഈ ദീനിലേക്ക് തിരിച്ചു വരിക ചെയ്യണത്, ലാസ്റ്റ് അവസാനം. പക്ഷേ അദ്ദേഹത്തിന്റെ സൂഫിസത്തിന്റെ ബുക്കുകൾ എടുത്തിട്ട് അദ്ദേഹം സൂഫിയെന്ന് പറയും ആളുകൾ. ഇന്നത്തെ ആളുകൾ അതാ ചെയ്യണത്. പോയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ സൂഫിസത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിട്ട് ഗസാലി ഇമാം സൂഫിയാണെന്ന് പറയും. അല്ല, അതിനെയൊക്കെ തള്ളി പോന്നു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു ഇതൊന്നും വേണ്ട, പെണ്ണ് വേണ്ടെങ്കിലും ഹൂറുല്യങ്ങൾ വേണ്ടെങ്കിലും തേനിന്റെയും കള്ളിന്റെയും പാലിന്റെയും പുഴയൊന്നും എനിക്ക് വേണ്ടെങ്കിലും ഈ ദീൻ എനിക്ക് വേണം. അതെന്തിനാണ്? എന്റെ തന്നെ നിലനിൽപ്പിനാണ്. ഞാൻ പറഞ്ഞു, ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു. എന്തിനാണ് ഞാൻ ശരിയായി വാഹനം ഓടിക്കുന്നത്? എന്റെ തന്നെ നിലനിൽപ്പിന്. ലോകത്തുള്ള എല്ലാ ആളുകളും തെറ്റായി വാഹനം ഓടിച്ചാൽ എന്താ പ്രശ്നം? എന്തിനാ ഞാൻ സത്യം പറയുന്നത്? എല്ലാവരും എന്നോട് സത്യം പറയാൻ എന്തിനാ ഞാൻ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്താതിരിക്കുന്നത്? ഞാൻ അതിന് ചൂഷണത്തിന് വിധേയനാകാതിരിക്കാൻ ആത്യന്തികമായി അതിൻ്റെയൊക്കെ ഗുണഭോക്താവ് ഞാനാണ്. ഇപ്പൊ എന്താ കേരളക്കാർ ഏത് TV എന്ത് തുറന്നാലും അനങ്ങിയാൽ എന്താ പറയുന്നത്? സ്വയം പര്യാപ്തി നേടണം, പച്ചക്കറിയും മറ്റ് നിങ്ങളുടെ അവശ്യ സാധനങ്ങളും നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നെന്തുകൊണ്ടാ പറയുന്നത്? ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? എല്ലാവരും വിഷം ചേർത്തിട്ടാ കൊടുക്കുന്നത്. ഒരു കറിവേപ്പിന്റെ ഇല വരെ വിഷം ചേർത്തിട്ട് കിട്ടാനില്ല ചേർക്കാതെ. ഇപ്പോ അന്തം വിട്ടു, എല്ലാവരും ക്യാൻസർ വളമ്പുകയാണ്, അന്തം വിട്ടു. ഇത് തനിക്ക് നേരെ തന്നെ കുത്താൻ തുടങ്ങി. ആദ്യം ഇവന് ഈ ഭൂമിയെ കൊന്നിട്ടാണെങ്കിലും ആയിരക്കണക്കിന് മാരകമായ വിഷങ്ങൾ തെളിച്ചിട്ടോ അടിച്ചിട്ടോ ഒരു 10 കിലോ കൂടി അധികം ഉണ്ടാക്കി എനിക്ക് ലാഭം കിട്ടണമെന്നാ ഓരോരുത്തരും ചിന്തിച്ചത്. പക്ഷേ ആ ചിന്ത ഇവന്റെ നേർക്ക് തന്നെ തിരിഞ്ഞു കുത്താൻ തുടങ്ങി. ഇപ്പൊ ഇത് ആർക്കു വേണ്ടിയാണ് പറയുന്നത്? ഇത് ആർക്കു വേണ്ടിയാണ്? അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും വേണ്ടെങ്കിലും സ്വർഗത്തിൽ ഹൂറുല്യങ്ങളില്ലെങ്കിലും ശരി, സ്വർഗത്തിലെ തേനും പാലും അതൊന്നുമില്ലെങ്കിലും ശരി, എന്റെ തന്നെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് വീണ്ടും അദ്ദേഹം ഈ ദീനിലേക്ക്, ഈ അള്ളാഹുവിലേക്ക്, ആ അള്ളാഹുവിനെ തിരിച്ചറിയുക. അതാണ് ആ സത്യത്തെ, ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നതാണ് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ. ഇതാണ്. ഇതിന് നിങ്ങൾ തുല്യത ഉണ്ടാക്കരുത്. ഇത് നിങ്ങൾക്ക് ഭവിഷ്യത്താണ്. ഈ യാഥാർത്ഥ്യത്തെ, ഈ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനെ മാത്രം സ്വീകരിക്കുകയും ഈ സത്യമല്ലാത്തതിനെ, ഈ നീതിയല്ലാത്തതിനെ, ഈ യാഥാർത്ഥ്യമല്ലാത്തതിനെ നിങ്ങളുടെ ആ ദൈവത്തിന്റെ കൂടെ പങ്കാളികൾ ആക്കുകയും ചെയ്യരുത്. അങ്ങനെ ആക്കിയാൽ ഈ സത്യം കൊണ്ട് കിട്ടേണ്ട ഗുണം കിട്ടാതാവും. എന്താ സത്യത്തിന്റെ കൂടെ കുറച്ച് അസത്യം കൂടി കൂട്ടി കലർത്തിയ? അത് ഞാൻ പണ്ട് പറഞ്ഞൊരു ഉദാഹരണം. കുഴപ്പമൊന്നുമില്ല,
വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ ചെമ്പ് ബിരിയാണിയിൽ ഒരു ലേശം വിഷം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് തിന്നാൻ പറ്റില്ല എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ സത്യത്തിന്റെ കൂടെ കുറച്ച് അസത്യം കൂടി കൂട്ടിക്കലർത്തിയാൽ, എന്താ ദൈവത്തിന്റെ വ്യവസ്ഥിതിയുടെ കൂടെ കുറച്ച് പൈശാചികതയും കൂടി കൂട്ടിക്കലർത്തിയാൽ എന്താ കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഈ ദൈവികത കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ ഇല്ലാതാവും, അത്രയേ ഉള്ളൂ. ദൈവികത കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊന്നും ഇവന് കിട്ടാതെയാവും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പങ്കാളികളെ ചേർക്കരുത്. ഒന്നുകൂടി ഞാൻ പറയാം. അല്ലദീ ജഅലലക്കുമുൽ അർള, നിങ്ങൾക്ക് ഒരു ഭൂമിക നിശ്ചയിച്ചു തന്നവനാണ് അവൻ. ഫിറാശൻ, നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി, അത് നിങ്ങളുടെ കാലുകൾ ഊന്നാനും കാലുകൾ ചവിട്ടി നിൽക്കാൻ പറ്റിയ ഒരു ഭൂമിക തയ്യാറാക്കി. വസ്സമാബിനാൻ, നിങ്ങളുടെ കെട്ടുറപ്പിന് ഉന്നതമായ ഒരു ആശയവും നിങ്ങൾക്ക് പണിതു തന്നവനാണ് അവൻ. അൻസല മിനസ്സമായി, ഉന്നതങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു ഒരു ദിവ്യമായ ജലത്തെ എന്ന് പറഞ്ഞ വഹീനെ അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. ദൈവികമായ സന്ദേശത്തെ അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി, അതുകൊണ്ട് ഭൂമിയിൽ അവൻ ഉണ്ടാക്കി തീർത്തു. സമറാത്ത്, വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ഉണ്ടാക്കി തന്നു. റിസ്ഖല്ലക്കും, നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങളെയും കൊണ്ട്. അതുകൊണ്ട് ഫലാ തജ്അലു, നിങ്ങൾ നിശ്ചയിക്കരുത്, ലില്ലാഹി, അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ അവന്റെ വ്യവസ്ഥിതിക്ക് ഉണ്ടാക്കരുത്. അന്താതൻ സമന്മാരെ ഉണ്ടാക്കരുത്. വഅന്തും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സമന്മാരെ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാണ്. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. ഖുർആനിലെ ആദ്യാവസാനം വായിച്ചാൽ എനിക്ക് മനസ്സിലായതാട്ടോ, അതെന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ പറയാറില്ല. എനിക്ക് മനസ്സിലായത് എന്ന് പറയല്ലേ ഉള്ളൂ. അത് ആത്യന്തികമായ ജ്ഞാനാണ്, അതൊക്കെ നിങ്ങൾ തന്നെ എടുക്കണം എന്ന് ഞാൻ പറയില്ല. ആദ്യാവസാനം എനിക്ക് വായിച്ചിട്ടതിൽ മനസ്സിലായത് മനുഷ്യരുടെ സ്വൈരവും സമാധാനവും പൂർണ്ണവുമായ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ പറയുന്നത്. ഇതാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ആദമിനെ ഒരു ഖലീഫയായിട്ട് ഒരു രാജ്യത്തിന്റെ ഖിലാഫത്തെ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ നിയമ നടത്തിപ്പുകാരായ ആളുകൾ സംശയം ഉന്നയിച്ചതും അതാണ്. ഈ അറിവില്ലാത്ത ജനങ്ങളുടെ കയ്യിൽ ഖിലാഫത്ത് കൊടുത്താൽ ഭൂമിയിൽ രക്തം ചിന്തുകയും കലാപമുണ്ടാവുകയും ചെയ്യൂലേ, ഇതാണ് സംശയം. നിസ്കരിക്കൂല ഓലെന്നല്ല പറഞ്ഞത്, ഓല് നോൻപ് ഓൽക്കൂലല്ലോ എന്നല്ല പറഞ്ഞത്. ആ തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാഅ, നീ ഭൂമിയിൽ രക്തം ചിന്തുകയും, ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ, അതാണ് ഭൂമി. അത് ഞാൻ വിശദീകരണം വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഭൂമി മാത്രം വിശദീകരിക്കാൻ ഒരു 4 മണിക്കൂർ എനിക്ക് തരണം നിങ്ങൾ, എന്നാലേ ഭൂമി തന്നെ വിശദീകരിക്കാൻ പറ്റുള്ളൂ. ലാ തജ്അലു ഫിൽ അർളി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഭൂമി കീറി മുറിക്കരുത് എന്നൊന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സമൂഹങ്ങൾക്കിടയിൽ അന്തഛിദ്രത ഉണ്ടാക്കരുത് എന്നാണ് ആ പറഞ്ഞത്. ലാ തുഫ്സിദു ഫിൽ അർളി എന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ അതാണ്, ഭൂമിയിൽ കലാപമില്ലാത്ത, അക്രമമില്ലാത്ത, അനീതികളില്ലാത്ത സ്വൈര ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങളാണ് ഖുർആനിൽ ആകത്തുക പറയുന്നത്. അതിന് ചരിത്രങ്ങളുണ്ട്. എന്തിനാ ചരിത്രങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ഇതിന് അനുയോജ്യമായ കാര്യങ്ങൾ ഒരുപാട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇതല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഖുർആനിന്റെ ചർച്ചയിലില്ല, ഖുർആനിന്റെ അധ്യാപനങ്ങളില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് നമുക്ക് പഠിക്കാം. സമയം ഒരുപാടായി, വിദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.